അങ്ങനെ അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആരവരോട് സംസാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രവാചകൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്ത് ചെയ്യാൻ കഴിയും? പേഴ്സണലി സംസാരിക്കുവാൻ കഴിയും. ഇത് എവിടുത്തെ കാര്യമാണെന്നറിയാമോ? അന്ത്യോക്യ സഭയിലെ കാര്യമാണ്. ഞാൻ അന്ത്യോക്യ സഭയെ ഒന്ന് പരിചയപ്പെടുത്തി വേഗത്തിൽ കടന്നു വരാം. അന്ത്യോക്യ സഭ സ്ഥാപിക്കപ്പെടുന്നത് പ്രതികൂലത്തിൻ്റെ നടുവിലാണ്. അന്ത്യോക്യ സഭ സ്ഥാപിക്കപ്പെടുന്നത് ഒരു മിഷനറി അവിടെ കടന്നു ചെന്ന് പ്രസംഗിച്ചല്ല അന്ത്യോക്യയിലെ സഭയുണ്ടായത്. പകരം ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിൻ്റെ മരണത്തോടനുബന്ധിച്ച് യെരൂശലേമിലെ സഭ ചിതറിപ്പോയി. യെരൂശലേമിലെ സഭ ചിതറിപ്പോയി കഴിഞ്ഞപ്പോൾ അവർ പല ഇടങ്ങളിലേക്ക് കടന്നുപോയി. അവർ കടന്നുപോയ പ്രധാനപ്പെട്ട 3 ഇടങ്ങൾ ഫൊയ്നിക്ക, സൈപ്രസ്, അന്ത്യോക്യ എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലേക്കായിരുന്നു അവർ കടന്നുപോയിരുന്നത്. എന്നാൽ ഈ ചിതറിപ്പോയ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പം ചിതറിപ്പോയവരാരോട് മാത്രമാണ് സുവിശേഷം പ്രസംഗിച്ചത്? യഹൂദന്മാരോട് മാത്രം. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് ഒരു യഹൂദ മാർഗത്തിൻ്റെ, യഹൂദ മതത്തിൻ്റെ സബ്സിഡിയറി ആയിട്ട്, അതിൻ്റെ അനുബന്ധ ഘടകമായിട്ടാണ് 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യഗണം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ത്യോക്യയിൽ വെച്ചാണ് ഈ ദൈവസഭയുടെ സിസ്റ്റം ഷിഫ്റ്റ് ആകുന്നത്. 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ജാതി വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പുറത്തേക്ക് സുവിശേഷം ഇറങ്ങിത്തിരിക്കുന്ന അതിൻ്റെ സുവിശേഷത്തിൻ്റെ അതിര് വിശാലപ്പെടുന്ന സഭ സ്ഥലം ഏതായിരുന്നെന്നറിയാമോ? അന്ത്യോക്യയായിരുന്നു. അന്ത്യോക്യയിൽ വെച്ചാണ് യഹൂദ്യ വീക്ഷണത്തിനപ്പുറമായിട്ടുള്ള ഒരു വിശാല കാഴ്ചപ്പാട് സഭയ്ക്ക് ഉണ്ടാകുന്നത്. അതാണ് അന്ത്യോക്യ സഭയുടെ 1-ാമത്തെ പ്രത്യേകത. ആമേൻ. യഹൂദ മതത്തിൻ്റെ ഒരു അനുബന്ധ ഘടകമായി ക്രിസ്ത്യാനിറ്റിയെ ഒതുക്കിക്കളയാതെ ക്രിസ്ത്യാനിറ്റിയെ അതിരു വിശാലപ്പെടുത്തി എടുത്ത സ്ഥലമാണ് അന്ത്യോക്യ. വീണ്ടും ഈ 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരൂശലേമിലെ അപ്പോസ്തലന്മാർ ചിതറിപ്പോയ ദൈവമക്കളെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ആളിനെ അയച്ചു. അങ്ങനെ അയക്കപ്പെട്ട ബർണബാസ് എന്ന് പറയുന്ന മനുഷ്യൻ അന്ത്യോക്യയിലേക്ക് കടന്നു വന്നു. അന്ത്യോക്യയിലേക്ക് കടന്നു വന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 11:23. ഞാൻ ആദ്യം പറയുന്ന വാക്യങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 11:23 വായിക്കാമോ? അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചോ. അപ്പോൾ അന്ത്യോക്യ സഭയിൽ ചെന്നാൽ ഒരാൾക്ക് എന്ത് കാണാൻ കഴിയുമായിരുന്നു? ദൈവകൃപ കാണാൻ കഴിയുമായിരുന്നു. വിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു ചോദ്യം ചോദിക്കാം. ഇതിനകത്ത് ദൈവകൃപ അനുഭവിച്ചവരെല്ലാവരും ഒന്ന് കരമുയർത്താൻ പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും കരമുയർത്തും. പക്ഷേ ദൈവകൃപ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേൻ. ഇനി അടുത്ത വിഷയം, ദൈവകൃപ നമ്മളെ ഒരുത്തൻ കണ്ടാൽ നമ്മളിൽ ദൈവകൃപ കാണപ്പെടുവാൻ കഴിയുമോ? അപ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് കടന്നു വന്നാൽ അന്ത്യോക്യ സഭയിൽ എന്ത് കാണാൻ കഴിയുമായിരുന്നോ? ദൈവകൃപ ഇങ്ങനെ വിസിബിളായിട്ട് ദൈവകൃപയും കൃപാവരങ്ങളും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന ഇടമായിരുന്നു എന്ത്? അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭയിൽ ചെന്നാൽ ആമേൻ അവിടെ ദൈവകൃപ കാണുവാൻ കഴിയുമായിരുന്നു. 1, സുവിശേഷത്തിൻ്റെ അതിര് വിശാലമാക്കിയ സഭ. 2, ദൈവകൃപ പ്രദർശിപ്പിച്ച സഭ. 3-ാമത് അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ ചരിത്രമാണ് പറയുന്നത്. പൗലോസ് ഡമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് രക്ഷിക്കപ്പെട്ടു.
എന്നിട്ട് നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിലിരിക്കുന്ന ഈ മനുഷ്യനെ അനന്യാസ് എന്ന് പറയുന്ന ആൾ വന്ന് പ്രാർത്ഥിച്ചു, കണ്ണിന് കാഴ്ച ലഭിച്ചു, വലിയ കാര്യത്തെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ യെരൂശലേമിൽ കടന്നു ചെന്നപ്പോൾ യെരൂശലേമിലുള്ള ദൈവസഭയിലുള്ളവർക്ക് പൗലോസിനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പൗലോസ് നിരാശപ്പെട്ട് ശുശ്രൂഷയൊക്കെ കളഞ്ഞിട്ട് എങ്ങോട്ട് പോയെന്നറിയാമോ? തൻ്റെ പിതൃദേശത്തിലേക്ക് കടന്നുപോയി. എവിടുത്തുകാരനായിരുന്നു പൗലോസ്? തർസോസുകാരനായിരുന്നു. അങ്ങനെ തർസോസിലേക്ക് പൗലോസ് മടങ്ങിപ്പോയി. അപ്പോൾ അന്ത്യോക്യയിലെ സഭ കാണാൻ പോയ ബർണബാസിന് അവിടെ ചെന്നപ്പോൾ ഒരാഗ്രഹം എന്താണെന്നറിയാമോ? ഇന്നാൾ യെരൂശലേമിൽ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ഒരു സുവിശേഷകനുണ്ടല്ലോ, പക്ഷേ ആളിനെ ഇപ്പം കാണാനില്ല. ആ ആളിനെ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ ബർണബാസ് പുള്ളിയുടെ കുടുംബം അന്വേഷിച്ച് തർസോസിലാണെന്ന് പറഞ്ഞിട്ട് ഈ പൗലോസിനെ അന്വേഷിച്ച് എവിടെയിട്ട് പോയെന്നറിയാമോ? തർസോസിലേക്ക് കടന്നുപോയി. പക്ഷേ പ്രശ്നം ഇതാണ്, തർസോസിൽ ചെന്ന് പൗലോസിനെ കണ്ടോ, പക്ഷേ ഈ പൗലോസിനെ കൊണ്ട് ചേർക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു സഭയില്ല. യെരൂശലേമിൽ കൊണ്ടുവന്നാൽ അവിടെയുള്ളവരെ അംഗീകരിക്കത്തില്ല. പക്ഷേ ബർണബാസ് നോക്കിയപ്പോൾ പൗലോസിനെ കൊണ്ടുപോയി മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ കൊള്ളാവുന്ന, പൗലോസിനെ കൊണ്ടുപോയി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു സഭയെ കണ്ടെത്തി. ഏതായിരുന്നു സഭയെന്നറിയാമോ? അന്ത്യോക്യയിലെ സഭ. ഞാൻ വെറുതെ പറഞ്ഞല്ല, 25-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അടുത്തത്, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് എത്ര നാൾ അവിടെ ഇരുന്നു? 26-ാം വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ പൗലോസിനെ അന്ത്യോക്യ സഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ത്യോക്യ സഭ എന്ത് ചെയ്തെന്നറിയാമോ? പൗലോസിനെ സ്വീകരിച്ചോ? യെരൂശലേമിലെ ദൈവസഭ തള്ളിക്കളഞ്ഞ പൗലോസിനെ അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്തു? സ്വീകരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യെരൂശലേമിലെ സഭയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഈ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനാണെന്ന്. പക്ഷേ അന്ത്യോക്യയിലെ സഭ എന്ത് ചെയ്തു? മുറിവേറ്റ ശൗലിനെ സ്വീകരിച്ചോ? മുറിവേറ്റ നിരാശപ്പെട്ടു പോയ ശൗലിനെ സ്വീകരിച്ച അന്ത്യോക്യ സഭ ക്രിസ്ത്യാനിറ്റിക്ക് ആരെ സംഭാവന ചെയ്തെന്നറിയാമോ? ഒരു അപ്പോസ്തലനെ, ഒരു പൗലോസിനെ ദാനം ചെയ്തു. അന്ത്യോക്യയിലെ സഭ ശൗലിനെ സ്വീകരിച്ചു, ദൈവസഭയ്ക്ക് ഒരു പൗലോസിനെ നൽകി. അപ്പോൾ അന്ത്യോക്യയിലെ സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒതുക്കപ്പെട്ടവനെ, തള്ളപ്പെട്ടവനെ, മുറിവേറ്റവനെ ചേർത്തു പിടിക്കുന്ന സഭയായിരുന്നു ഏത്? അന്ത്യോക്യയിലെ സഭ. ഇന്ന് രാത്രികാലം ഈ ദൈവസഭയുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, അന്ത്യോക്യ സഭയെ മറന്നുപോകരുത്. ആ സഭയുടെ പ്രത്യേകത, അവരെ അതിരുവിട്ട് സുവിശേഷം പറയുന്നവരായിരുന്നു. 2 അവരുടെ കൃപ പ്രദർശിതമായിരുന്നു. 3 നിരാശപ്പെട്ട് മുറിവേറ്റുപോയവനെ അവർ കൂട്ടി നടത്തി. 1 വർഷം പൗലോസ് സഭായോഗത്തിൽ കൂടിയെന്ന് മാത്രമല്ല, അന്ത്യോക്യ സഭയിൽ എന്തും കൂടെ ചെയ്യാൻ തുടങ്ങി. പ്രസംഗിക്കുവാൻ, ഉപദേശിക്കുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അന്ത്യോക്യ സഭ ശുശ്രൂഷകരെ ജനിപ്പിക്കുന്ന സഭയായിരുന്നു. ഇന്ന് രാത്രി ഉപവാസത്തിന്റെ അവസാന രാത്രി ഞാൻ പറണ്ടോട് ദൈവസഭയുടെ അടുക്കൽ ചോദിക്കുകയാണ്, നിങ്ങൾക്കിവിടെ നിന്ന് അഭിഷക്തന്മാരെ ജനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കിവിടെ നിന്ന് പ്രവാചകന്മാരെ ജനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ അവിടെ നിന്നൊരു പൗലോസിനെ ജനിപ്പിച്ചു വിടുകയാണ്. ഇനിയും മാത്രമല്ല, ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 28-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഴുന്നേറ്റ് ഭൂമിയിൽ എവിടെയും ഒരു ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചോ? ആ പ്രവചിച്ചതുപോലെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. അടുത്ത വാക്യം, അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അടുത്തത്, അപ്പോൾ യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ സഹായത്തിനായി കണ്ടോ? അപ്പൊ അന്ത്യോക്യയിലെ സഭ ബലഹീനപ്പെട്ട ശൗലിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമായിരുന്നില്ല, ഒരു ക്ഷാമം വന്നപ്പോൾ യഹൂദ്യയിലെ ദൈവമക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? സഹായം ചെയ്യുന്നവരായിരുന്നു. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, സഹാനുഭൂതിയുള്ള ഒരു സഭയായിരുന്നു ഏത്? അന്ത്യോക്യയിലെ സഭ. കണ്ടോ? ഇനി അന്ത്യോക്യ സഭയുടെ അടുത്ത പ്രത്യേകത ഞാൻ പറയാം. 26-ാം വാക്യം നമ്മൾ പകുതി വായിച്ചതാണ്. അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി
ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഇന്ന് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ആരാണ്? ക്രിസ്ത്യൻ. ആമേൻ. നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതും കാസ്റ്റ് ഓർ റിലീജിയൻ. നമ്മൾ അതിനകത്ത് എന്താ എഴുതുന്നത്? ക്രിസ്ത്യൻ. ഇത് എവിടെ നിന്നാണ് ഈ വാക്ക് ആദ്യം ഉണ്ടായതെന്നറിയാമോ? ആമേൻ. അത് അന്ത്യോക്യയിൽ നിന്നാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് അടുത്ത ഒരു ചോദ്യം, ആരാണ് ക്രിസ്ത്യാനി? അവിടെ പറയുകയാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന് പേരായി. എൻ്റെ സഹോദരങ്ങളെ, ആരാണ് ക്രിസ്ത്യാനി? ശിഷ്യനാണ് ക്രിസ്ത്യാനി. ശിഷ്യനാണ് ക്രിസ്ത്യാനി എന്നുള്ള വെളിപ്പാട് ലോകത്തിന് മുമ്പിൽ പങ്കുവെച്ചത് ആരാണെന്നറിയാമോ? അന്ത്യോക്യയിലെ സഭയാണ്. അന്ത്യോക്യ സഭയുടെ ഗുണങ്ങൾ ഓരോന്നോരോന്നായി ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്ന സഭ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അത് വളരെ മനോഹരമാണ്. വേഗത്തിൽ പറഞ്ഞു പോകാം, ഞാൻ പ്രധാന വിഷയത്തിലേക്ക് കടക്കണമല്ലോ. 13-ാം അധ്യായം 1-ാം വാക്യം, എല്ലാവരും ബൈബിൾ എടുത്ത് 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അവിടെ പറയുന്ന മനോഹരമായിരിക്കുന്ന 5 പേരുകളെ നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാമോ? 1-ാം വാക്യം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, 5 ശൗൽ എന്ന പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. അതിൽ ആദ്യത്തെ ആൾ ആരാണെന്നറിയാമോ? ബർന്നബാസ്. ആരാണ് ഈ ബർന്നബാസ് എന്നറിയാമോ? ബർന്നബാസ് ആരാണെന്ന് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:36 വായിച്ചാൽ മതി. അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 4:36 എഴുതിയിട്ടുണ്ട്, ബർന്നബാസ് ഒരു ലേവ്യനായിരുന്നു. ബർന്നബാസിൻ്റെ കുടുംബക്കാരൊക്കെ യഹൂദ്യ ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടുപോരുന്ന അഹരോന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ലേവിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ബർന്നബാസ്. അപ്പോൾ ദൈവസഭയിൽ, അന്ത്യോക്യയിലെ സഭയിലെ ഒരു പ്രധാനി ആരായിരുന്നു അറിയാമോ? ലേവ്യ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ കുടുംബത്തിൽ, തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ബർന്നബാസ്. ആ ബർന്നബാസാണ് അന്ത്യോക്യയിലെ സഭയിലെ ഒരാള്. രണ്ടാമത്തെ ആൾ ആരാണെന്നറിയാമോ? നീഗർ എന്ന് പേരുള്ളതായ ശിമോൻ. നീഗർ. ഈ നീഗർ എന്ന വാക്കിന്റെ അർത്ഥം നാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊതുവെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു നീഗ്രോയെ. മലയാള അക്കാലഘട്ടത്തെ പരിഭാഷയാണ് നീഗ്രോ. എന്ന് പറഞ്ഞാൽ ഒരു ലേവ്യനും നീഗ്രോയും കൂടെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവസഭയ്ക്കകത്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പറയുകയാണ് നീഗർ എന്ന് പേരുള്ള ശിമോൻ, അടുത്തത് കുറേനക്കാരനായ ലൂക്യോസ്. ഈ കുറേനക്കാരനായ ലൂക്യോസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ കുറേന അല്ലെങ്കിൽ സിറൈൻ? കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെലേക്ക് കടന്നു വരുമ്പോഴോ ഒരു കുറേനക്കാരനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈ കുറേനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിലുള്ള ഗോത്രവർഗ ഭാഗമാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെയോ നോർത്ത് ആഫ്രിക്ക മനുഷ്യനെ തിന്നുന്ന നാടായിരുന്നു. അപ്പോൾ ഏറ്റവും അപരിഷ്കൃതരായി കിടന്ന നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു ലൂക്യോസ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൈവസഭയുടെ അമരത്ത് നിൽക്കുകയാണ്. അന്ത്യോക്യ സഭയുടെ അമരത്ത് നിൽക്കാൻ തക്കവണ്ണം ഒരുത്തൻ ലേവ്യൻ, ഒരുത്തൻ നീഗ്രോ, ഒരുത്തൻ നോർത്ത് ആഫ്രിക്ക എന്ന് വന്നവൻ. ഇനി 4-മത്തവൻ്റെ കാര്യം കേട്ടാൽ നമ്മൾ വണ്ടടിക്കും. 4-മത്തവനെ കുറിച്ച് എന്തോ പറയുന്നതെന്നറിയാമോ? ഹെരോദാവോടുകൂടി വളർന്ന മനായേൻ. ഹെരോദാവിൻ്റെ കൂടെ വളർന്ന മനായേൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഹെരോദാവിൻ്റെ കൂടെ വളർന്ന മനോയൻ. ഹെരോദ അന്തിപ്പാസിൻ്റെ കൂടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം, യോഹന്നാൻ സ്നാപകനെ കഴുത്തറത്തു കൊന്ന ഹെരോദാവുണ്ടല്ലോ, ആ ഹെരോദാവും മനായേനും ഒരു സ്കൂളിൽ പഠിച്ചതാണെന്ന്. അപ്പം മനായൻ്റെ സെറ്റപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കണമേ. രാജാവിൻ്റെ മകൻ്റെ സ്കൂളിൽ പഠിച്ച അതേ ഹൈ ലെവലിൽ ഉന്നത കുടുംബത്തിൽ അത്രമാത്രം സമ്പത്തുള്ള ഒരു വീട്ടിലെ മനുഷ്യനായിരുന്നു മനായൻ. ഇപ്പൊ ബർന്നബാസ് നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഹെരോദാവിൻ്റെ കൂടെ രാജാവിൻ്റെ സ്കൂളിൽ പഠിച്ച മനായൻ. ഈ മനായൻ ഹെരോദാവിൻ്റെ കൂടെ വളർന്ന റോയൽ ഫാമിലിക്കകത്ത് റോയൽ സ്കൂളിൽ പഠിച്ചവൻ ഇപ്പോ വന്ന് നീഗ്രോയുടെ കൂടെ സഭയ്ക്കകത്തിരിക്കുക, നോർത്ത് ആഫ്രിക്കക്കാരൻ്റെ കൂടെ സഭയ്ക്കകത്തിരിക്കുക. കണ്ടോ ദൈവസഭയുടെ, അന്ത്യോക്യയിലെ ദൈവസഭയുടെ മനോഹാരിത കണ്ടോ? എന്നാ സൂപ്പർ സഭയാ. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് ഞാനൊന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമേ. ഹെരോദാവ് അന്തിപ്പാസിനെ പിശാചി കയ്യിലെടുത്ത് യേശുവിൻ്റെ മുൻഗാമിയായ യോഹന്നാനെ കഴുത്തറത്തു കൊന്നു. അവൻ്റെ ബെഞ്ചിൽ അവൻ്റെ കൂടെ ഇരുന്ന് ഇപ്പുറത്തെ ബെഞ്ചിൽ അവൻ്റെ ബെഞ്ചിൽ ഇപ്പുറത്തിരുന്നതായിട്ടുള്ള
മനായേനെ ദൈവം എടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ? സഭയ്ക്കകത്ത് കൊണ്ടിരുത്തി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അടുക്കൽ ഞാൻ പറയാ, സ്കൂളല്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്, കൂട്ടുകാരല്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ആമേൻ. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 2 പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. ഒരുത്തൻ്റെ പേര് ഹെരോദിന്റെ മകൻ അന്തിപ്പാസ്, ഒരുത്തൻ്റെ പേര് അന്തിപ്പാസ്. അന്തിപ്പാസ് വളർന്നപ്പോൾ സുവിശേഷകനെ കഴുത്തറത്തു കൊന്നു. അവൻ്റെ ബെഞ്ചിൽ ഇപ്പുറത്തിരുന്ന് പഠിച്ച മനായൻ, അവൻ വളർന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? സുവിശേഷം പ്രസംഗിക്കാൻ സഭയുടെ തലപ്പത്ത് നിൽക്കാൻ തുടങ്ങി. ആമേൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളോ. എന്നിട്ട് 5ാമത്തേത് ആരാണെന്നറിയാമോ? നമ്മുടെ പൗലോസ്. ഇങ്ങനെ 5 പേരാണ് ആ സഭ. ആ സഭയുടെ നേതൃത്വത്തെ ഒന്ന് നോക്കിയേ, എന്തൊരു വൈവിധ്യമാർന്ന നേതൃത്വമാണ്. അവിടെ ജാതിയില്ല, ഭാഷയില്ല, വംശമില്ല, വർഗമില്ല, വർണ്ണമില്ല, വിദ്യാഭ്യാസമില്ല, പണമില്ല, പണ്ഡിതനില്ല, പാമരനില്ല. അവർ എല്ലാവരും എന്താണ്? ക്രിസ്തുവിൽ ഏക ശരീരമായിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ സഭയ്ക്കകത്താണ് ആര് സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അതിര് വിട്ട് സുവിശേഷം പറഞ്ഞ അന്ത്യോക്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചോ? ആമേൻ. ജാതി വർണ്ണ ഭാഷ വ്യത്യാസമില്ലാത്ത അന്ത്യോക്യയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. സ്തോത്രം. വീണ്ടും 13-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, അവിടെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആമേൻ കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരാണ്. ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ സംഹിതകൾക്കകത്തു നിന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. ഇത് രണ്ടിനെയും പാരലലായിട്ട് കൊണ്ടുപോകുന്ന സഭയായിരുന്നു ഏത്? അന്ത്യോക്യയിലെ സഭ. ഇന്ന് പെന്തക്കോസ്റ്റ് 2 വിധത്തിലേക്ക് സങ്കടത്തോടുകൂടി ഞാൻ പറയുകയാണ്. ചിലർ അഭിഷേകത്തിൽ മാത്രം ശ്രദ്ധ വെക്കുക, ചിലർ കൃപാവരങ്ങളിൽ മാത്രം ശ്രദ്ധ വെക്കുക, ചിലർ കയ്യടിയിലും ആരാധനയിലും ഉണർവിലും മാത്രം ശ്രദ്ധ വെക്കുക. ഇനിയും ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? തുള്ളലും വേണ്ട, കയ്യടിയും വേണ്ട, പ്രഹസനവും വേണ്ട, ആരാധനയും വേണ്ട, വചനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം ഇന്നും ഒരു ചെറിയ ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്, ഇതിന് രണ്ടിനെയും ഒരുപോലെ പ്രാമുഖ്യം കൊടുക്കുന്നവർ. അന്ത്യോക്യ സഭ വേർഡ് ഓറിയന്റഡ് ചർച്ചുമായിരുന്നില്ല, അന്ത്യോക്യ സഭ സ്പിരിറ്റ് ഓറിയന്റഡ് ചർച്ചുമായിരുന്നില്ല, അന്ത്യോക്യ സഭ ക്രൈസ്റ്റ് ഓറിയന്റഡ് ചർച്ചായിരുന്നു. അവൻ അഭിഷേകത്തെയും വചനത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവനായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ അടുക്കൽ പറയുകയാണ്, വചനം പ്രസംഗിക്കുന്നതിനെതിരായി നിൽക്കരുത്, പരിശുദ്ധാത്മാവിന്റെ നിറവിനും എതിരായി നിൽക്കരുത്. ഒരുവൻ തുള്ളുകയോ ചാടുകയോ വീഴുകയോ ആരാധിക്കുകയോ എന്തും ചെയ്യട്ടെ, നീ വചനം പഠിക്കുന്നവനെന്ന് പറഞ്ഞ് അവനെ വിമർശിക്കരുത്. ഇനി നീ ആരാധിച്ച് കൃപാവരങ്ങളിൽ നിൽക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഞാൻ ആരാധിച്ചു, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചോ, അതുകൊണ്ട് എനിക്കിനി വചനം വേണ്ട എന്ന് പറഞ്ഞ് ബൈബിള് സിബിട്ട് വെക്കരുത്. ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ ആത്മാവിനെ ഭരിക്കുന്നതായിരിക്കട്ടെ. ഞാൻ ഒന്ന് പറയാം സഹോദരങ്ങളെ, അഭിഷേകത്തിൻ്റെ നിറവും വചനവും പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളെന്നറിയാമോ? ഇടപെടാൻ കഴിയത്തുള്ളൂ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. പക്ഷേ അവിടെ ദുരാത്മതലം വെളിപ്പെട്ടപ്പോൾ യേശു ഏതെടുത്താണ് അറ്റാക്ക് ചെയ്തത്? അമേൻ, അമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനമെടുത്താണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 10 തുടങ്ങിയ വാക്യങ്ങളിൽ കർത്താവ് അപ്പോസ്തലൻ 1-ാമത് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എന്നിട്ട് അതിൻ്റെ അടുത്ത തലത്തിൽ പറയുകയാണ്, ആത്മാവിൻ്റെ വാൾ ഏതാണെന്നറിയാമോ? വചനമാണ്. അപ്പോൾ വചനം എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ആത്മാവിൽ ശക്തിപ്പെട്ട് വചനം എടുത്തുകൊണ്ട് നിൽക്കണം. ദൈവസഭയിലെ ഓരോരുത്തരുടെ അടുക്കല, യൗവനക്കാരുടെ അടുക്കലൊക്കെ ഞാൻ പറയുകയാണ്, വർഷിപ്പ് 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 എന്ന് പറഞ്ഞു പോകരുത്. ആമേൻ. ഡിബേറ്റ് 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 എന്ന് പറഞ്ഞു പോകരുത്. വചനത്തിൻ്റെ പ്രാവീണ്യമോ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒരുപോലെ നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? കൃപയെ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മൾ ദൈവസഭയിൽ ആരെയും വിമർശിക്കുന്നവരായി തീരരുത്. ദൈവം ഓരോരുത്തർക്കും നൽകിയ കൃപയ്ക്കൊത്തവണ്ണം അവർ ശുശ്രൂഷിക്കട്ടെ. നമുക്കെങ്ങനെ കർത്താവിനോട് അടുക്കാം, നമുക്കെങ്ങനെ ആത്മാവിൽ ശക്തിപ്പെടാം, നമുക്കെങ്ങനെ ദൈവകൃപയിൽ വളരാം, ഇത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അന്ത്യോക്യ സഭയുടെ അടുത്ത പ്രത്യേകത 13-2 ആരംഭത്തിൽ പറയുകയാണ്, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുക. ആമേൻ. ഒരു ദൈവസഭ ആരാധന
ആരാധനയും ഉപവാസത്തെയും സൂക്ഷിക്കണം. വീണ്ടും 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഉടനെ ബർന്നബാസിനെയും പൗലോസിനെയും ഇവരെന്ത് ചെയ്യുകയാണ്? മിഷൻ പ്രവർത്തനത്തിനായി പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അന്ത്യോക്യയിലെ സഭ എന്തായിരുന്നെന്നറിയാമോ? ഒരു മിഷനറി ചർച്ച ആയിരുന്നു. ആമേൻ. അന്യദേശങ്ങളിലേക്ക് ആമേൻ മിഷനറിമാരെ ജനിപ്പിച്ച് മിഷൻ സപ്പോർട്ട് നൽകുന്നതായ ഒരു ദൈവസഭയായിരുന്നു. ഇനിയും അതിലേറ്റവും പ്രധാനമായി ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. 2-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അന്ത്യോക്യയിലെ സഭയുടെ അടുത്ത പ്രത്യേകത എന്തായിരുന്നെന്നറിയാമോ? ആ സഭ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സഭയായിരുന്നു. പരിശുദ്ധാത്മാവ് ആ സഭയോട് എന്ത് ചെയ്യുമായിരുന്നു? സംസാരിക്കുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? ഞാൻ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഇതുവരെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇതുവരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ 1 നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഇതിനകത്ത് ചിലർ യേസ് പറയും, ചിലർ നോ പറയും. 2-ാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവ് ലാസ്റ്റിൽ സംസാരിച്ചിട്ട് എത്ര നാളായി? പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടിട്ട് എത്ര നാളായി? അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞെന്ന്. അവിടെ ഒരു പ്രവചനം ഉണ്ടായെന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് പ്രവചിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ പ്രാർത്ഥനാ മുറികൾ, ആമേൻ, നമ്മുടെ പ്രാർത്ഥനാ മുറികൾ നമ്മൾ മാത്രം സംസാരിക്കുന്ന സ്ഥലമായി പോകരുത്. നമ്മുടെ പ്രാർത്ഥനാ മുറികൾ എന്തായിരിക്കണമെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനാ മുറികൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സ്ഥലമായിരിക്കണം. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങണം. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രെയർ ടൈമുകൾ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ പ്രെയർ ടൈമുകളിൽ നിങ്ങൾ എത്ര നേരം സംസാരിക്കാറുണ്ട്? നിങ്ങൾ എത്ര നേരം ലിസൺ ചെയ്യാറുണ്ട്? ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ലിസണിങ് ടൈം നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടായിരിക്കണം? ഒരു ലിസണിങ് ടൈം ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങിപ്പോകും. കുടുംബ പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് അവർക്ക് അരോചകം വരും. അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് അമ്മച്ചി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അമ്മച്ചി 15 മിനിറ്റ് പ്രാർത്ഥിക്കുക. പിള്ളേർ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കുന്നത് എന്തുമാത്രമാണെന്നറിയാവോ? അമ്മച്ചിയുടെ പഴയ ടേപ്പ് റെക്കോർഡറിൽ അന്ന് തുടങ്ങി ഇന്ന് വരെ കഴിഞ്ഞ 35 വർഷമായിട്ട് അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സെയിം പ്രാർത്ഥനയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഒന്ന് കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇതൊന്ന് തിരിച്ചു തരാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഒന്ന് കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, ആമേൻ, പരിശുദ്ധാത്മാവുമായിട്ടൊരു ഇൻ്ററാക്ഷൻ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ, ആമേൻ, നിങ്ങളുടെ ആത്മീയ നിലവാരം മാറുന്നത് കാണുവാൻ കഴിയുക. പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊന്ന് പറയാം, രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. രാത്രിയിൽ നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും? ആമേൻ. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രശ്നമുണ്ടെങ്കിൽ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയം കുറയുക. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, പ്രാർത്ഥനയുടെ സമയം നിശ്ചയിക്കുന്നത് നമ്മളല്ല. പ്രാർത്ഥനയുടെ സമയം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് തിരിച്ച് സംസാരിച്ചു തുടങ്ങണം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് തിരിച്ച് സംസാരിച്ചു തുടങ്ങണം. അതിനോട് ചേർന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആമേൻ, ഒന്നുകൂടെ പറയണം. അത് നമ്മുടെ വിഷയത്തിലുള്ളതല്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങളുടെ ചുമരുകൾ ഉറങ്ങല്ലേ, ശ്രദ്ധിച്ചേ. പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ ചുമരുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്തായിരിക്കും? ആമേൻ. എൻ്റെ കഷ്ടപ്പാടും എൻ്റെ സങ്കടവും എൻ്റെ വേദനയും എൻ്റെ തകർച്ചയും എൻ്റെ നിരാശയും ഒക്കെയാണോ എൻ്റെ പ്രാർത്ഥനാ മുറി ഏറ്റവും കേട്ടിരിക്കുന്നത്? അല്ല. ഞാൻ പ്രാർത്ഥനാ മുറിക്കകത്ത് ആത്മാവിൽ ജാഗരിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ എൻ്റെ സങ്കടങ്ങളല്ല ഞാൻ പറയേണ്ടത്, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തു നിന്ന് സംസാരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം
13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു പദം പറയുന്നത് കാണുവാൻ കഴിയുക. പരിശുദ്ധാത്മാവ് എന്നിൽ സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നിൽ സംസാരിക്കുന്നുവെന്നുള്ളതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അപ്പോൾ 2 ഭാഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. 2, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് സംസാരിക്കണം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മുടെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ആമേൻ ആരായിരിക്കണം സംസാരിക്കേണ്ടതെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങണം. ആമേൻ. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ആരിൽ കൂടെ സംസാരിക്കണം? പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ സംസാരിച്ചു തുടങ്ങണം. ഞാൻ അതിലേക്ക് കയറുന്നില്ല, അത് കയറിയാൽ ഒത്തിരി ഡീപ്പാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് അന്ത്യോക്യയിലെ സഭയോട് മിണ്ടിയെന്ന് ഇന്ന് രാത്രി കാലം ഒന്ന് ആഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് മിണ്ടണം, പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എല്ലാ അതരങ്ങളും ഒരുപോലെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് മിണ്ടണമേ, പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് ഇടപെടണമേ, പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണം. ഇന്ന് രാത്രി എൻ്റെ കാതുകൾ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് ട്യൂൺ ചെയ്യപ്പെടണമേ. എനിക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കണം. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് പ്രധാനമായും 3 പേരോടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രധാനമായും 3 പേരോടാണ് സംസാരിക്കുന്നത്. 1, പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കും. 2, പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കാം. 3, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കും. കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. 1, പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കും. 2, പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കും. 3, പരിശുദ്ധാത്മാവ് വ്യക്തികളോട് സംസാരിക്കാം. അത് ഞാൻ വാക്യം എടുത്തു തരാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്താം. അപ്പം പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പാപത്തെക്കുറിച്ച് സംസാരിക്കാം, ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കാം. ആമേൻ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ആരോട് സംസാരിക്കാം? ലോകത്തോട് സംസാരിക്കാം. ലോകത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പാപത്തെക്കുറിച്ചാണ്. ഇന്നും രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ ആമേൻ, നിന്നോട് പാപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിന്റെ അകത്ത് ആര് കിടപ്പുണ്ട്? ലോകം കിടപ്പുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കുന്നതല്ല എനിക്ക് കേൾക്കേണ്ടത്. 2, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. വെളിപ്പാട് 2:7 തുടങ്ങി 3:22 വരെയുള്ള വാക്യങ്ങളിൽ തുടർമാനമായി 7 പ്രാവശ്യം എഫസോസ്, സ്മുർണ, തുയതര, പെർഗമോസ്, ലവോദിക്ക, സർദീസ്, ഫിലദൽഫിയ, 7 ഏഷ്യയിലെ 7 സഭകളുടെ അടുക്കലും ഒരുപോലെ പറയുന്ന ഒരു വാക്കുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ യോഹന്നാൻ 16:8 ആത്മാവ് ആരോട് സംസാരിക്കുന്നു? ലോകത്തോട് സംസാരിക്കുന്നു. വെളിപ്പാട് 2:7 അവിടെ ആത്മാവ് ആരോട് സംസാരിക്കുന്നു? ആമേൻ. സഭകളോട് സംസാരിക്കുന്നു. എന്താണ് സഭകളോട് സംസാരിക്കുന്നത്? സഭകളോട് സംസാരിക്കുന്നതിൻ്റെ പ്രസൈസ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം. സഭയോട് സംസാരിക്കുന്നത് ഇതാണ്: ജയിക്കണം, ജയിക്കുന്നവന് ഞാൻ മന്ന കൊടുക്കും, ജയിക്കുന്നവന് വെള്ളക്കല്ല് കൊടുക്കും, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന പേര് കൊടുക്കുക, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ആലയത്തിൽ തൂണാക്കി തീർത്തോ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുക, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. ഇങ്ങനെ 7 സഭകളോട് ചേർത്ത് 10-ലധികം ജയിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ആത്മാവ് സഭയോട് പറയുന്നത്. എന്നാൽ ആത്മാവ് ലോകത്തോട് പറയുന്നതുമല്ല, ആത്മാവ് സഭയോട് പറയുന്നതുമല്ല. ആത്മാവിന് നമ്മളോട് പേഴ്സണലി ചിലത് സംസാരിക്കാനുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 13-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം 8-ാം വാക്യത്തിൽ പറഞ്ഞത് ലോകത്തോടുള്ളതാണ്. എന്നാൽ അമേൻ, സ്തോത്ര, അമേൻ, 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാമോ? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അടുത്തത്
അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പോൾ ആത്മാവ് സഭയോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംസാരിക്കുന്നതെന്നറിയാമോ? ആത്മാവ് സഭയോട് സംസാരിച്ചാൽ വരുവാനുള്ളതിനെ കുറിച്ച് സംസാരിക്കും. ഇന്നലകളിൽ സംഭവിച്ച പാപത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പകരം ആത്മാവ് എന്തിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നതെന്നറിയാമോ? ആത്മാവ് സംസാരിക്കുന്നത് വരുവാനുള്ളതിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരുടെ അടുക്കൽ ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് പറയാം. ആത്മാവ് ഭാവിയെക്കുറിച്ച് പറയും. ആത്മാവ് ഒന്നാമതായി എന്ത് ചെയ്യുമെന്നറിയാമോ? ആത്മാവ് നിന്നെ സത്യത്തിൽ വഴി നടത്തും. ആത്മാവ് ഇങ്ങനെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തും. എന്നിട്ട് പറയുകയാണ്, അവൻ സ്വയമായി, പരിശുദ്ധാത്മാവ് സ്വയമായിട്ടൊന്നും സംസാരിക്കത്തില്ല. പകരം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എന്തായിരിക്കുമെന്നറിയാമോ? താൻ കേൾക്കുന്നത് സംസാരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് എവിടെ കേൾക്കുന്നതാ നിന്നോട് സംസാരിക്കുന്നത്? സ്വർഗത്തിൽ ദൈവം നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയും കേട്ടോ. സ്വർഗത്തിൽ ദൈവം നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക. സ്വർഗത്തിൽ ദൈവം നിന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു തരിക. ഒരു വീട്ടിൽ അപ്പൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അമ്മ വന്ന് കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയും, മക്കളെ രാവിലെ പപ്പ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടെന്ന്. ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൂത്തവൻ ഇളയവന്റെ അടുക്കൽ വന്ന് പറയും, എടാ ഞാൻ കേട്ടു പപ്പയും മമ്മിയും കൂടെ നമ്മൾ ടൂർ പോകുന്ന കാര്യം പറയുന്നത് ഞാൻ കേട്ടെന്ന്. ഇതുപോലെ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായവൻ പിതാവും പുത്രനും തമ്മിൽ സംഭാഷിക്കുന്ന ദൈവത്തിന്റെ നിർണയങ്ങളെ എന്റെയും നിങ്ങളുടെയും കാതുകളിൽ വന്ന് പറഞ്ഞു തരുമെന്ന് സ്വർഗത്തിൽ നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരാം. ഒന്ന്, പോകേണ്ടുന്ന വഴി കാണിച്ചു തരാം. 2, സ്വർഗത്തിൽ കേൾക്കുന്നത് പറഞ്ഞു തരാം. 3, അവൻ ഭാവിയെക്കുറിച്ച് നിന്നോട് പറയാ, നിന്റെ നാൾ വഴിയെക്കുറിച്ച് പറയാ, നാളെ നിനക്ക് വരുവാനുള്ളത് പറയാ, നാളെ നിനക്ക് സംഭവിപ്പാനുള്ളത് പറയാ, നാളെ നിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ. നിന്റെ അടുക്കൽ ഒരു പ്രവാചകൻ വന്നാൽ നിന്റെ 6ാമത്തെ ക്ലാസ്സിൽ നിനക്ക് മാർക്ക് കുറഞ്ഞെന്നോ, 2017 നിനക്ക് പോരാട്ടമുണ്ടായെന്നോ, 2020 നിന്നോട് കരുണ കാണിച്ചെന്നുമൊക്കെ നിന്റെ ഇന്നലകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട്, പ്രവാചകൻ നിന്നോട് എന്തു പറയുന്നത് എന്നല്ല, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ഭാവിയെക്കുറിച്ച് പറയാ. നിന്റെ ഭാവിയെക്കുറിച്ച് 2026 തുടങ്ങി മുമ്പോട്ട് ഒരു പ്രവാചക അഭിഷേകത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്നലകളിലെ വഴിയെ ഓർപ്പിക്കുന്നതല്ല. പ്രവാചക അഭിഷേകം പറയുന്നത് നീ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങി മുമ്പോട്ട് ദൃഷ്ടി വെക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇന്ന് തുടങ്ങി നാളെയെ കുറിച്ച് പറയുന്നതാണ് എന്തെന്നറിയാമോ? പ്രവാചക ശബ്ദ. ഇന്നലകളിലെ നിന്റെ അവസ്ഥകളെ പറയുന്നത് വിവേചനത്തിന്റെ ആത്മാവാണ്. അതൊരു വിവേചകനാണ്, അതൊരു പ്രവാചകനല്ല. ഇന്നൊരു പ്രവാചകൻ വന്നോ 2012 എന്റെ കാര്യം എന്നോട് പറഞ്ഞു. നോ, അതൊരു വിവേചകനാണ്. അവൻ നിന്റെ ആത്മാവിന്റെ ഭാരമറിഞ്ഞത് പറഞ്ഞതാണ്. പക്ഷെ നിന്നെ സംബന്ധിച്ച് 2012 കാര്യമല്ല നിനക്കറിയേണ്ടത്, നിന്റെ ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16:13 പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയെ കുറിച്ച് സംഭവിപ്പാനുള്ളത് നിനക്ക് പറഞ്ഞു തരാം. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടിന്റെ ദർശനം കാണുന്ന പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയ്ക്കകത്ത് കിടക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ദർശനം കണ്ടോ? പുനരുത്ഥാനം രൂപാന്തരപ്പെട്ട ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടവനായി തന്റെ മുമ്പിൽ നടകൊള്ളുന്ന മഹത്വത്തിന്റെ ദർശനം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത് ലഭിച്ചോ. എന്നാൽ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ആദിയിങ്കൽ കേട്ട കാഹളത്തിനൊത്ത മഹാശബ്ദം പിന്നെയും കേട്ടോ. ആ ശബ്ദം എന്നോട് പറഞ്ഞത് ഇതാണ്, തുറക്കപ്പെട്ട സ്വർഗവാതിലിനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞോ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാധ്യത എന്ന് പറയുന്നത് കേവലം കാത്തിരിപ്പിനകത്തുണ്ടാകുന്ന ഉണർവല്ല, അന്യഭാഷയല്ല, കയ്യടിയല്ല. അതിനപ്പുറം ഭാവിയെ കുറിച്ച് നിനക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമായി നിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തരുന്നത്, മേലാൽ സംഭവിപ്പാനുള്ളത്. റോമ ചക്രവർത്തി
ചക്രവർത്തിയായ ഡൊമേഷ്യൻ യോഹന്നാന്റെ അടുക്കൽ നിനക്കൊരു ഭാവിയില്ല എന്ന് പറഞ്ഞ് പത്മോസിലേക്ക് നാട് കടത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഡൊമേഷ്യൻ പറഞ്ഞു നിനക്ക് ഭാവിയില്ലെന്ന്, പക്ഷെ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ, നീ ഇവിടേക്ക് കയറി വരിക. ഇന്ന് രാത്രി ആത്മാവിന്റെ സംസാരം കേൾപ്പാൻ, ആത്മാവിന്റെ സംഭാഷണം കേൾപ്പാൻ എന്നെ ഒന്ന് ഒരുക്കണമേ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഐ വാണ്ട് ടു ലിസൺ ഫ്രം ഹോളി സ്പിരിറ്റ്. എനിക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. ചുമ്മാ അതൊന്ന് പറഞ്ഞേ, എനിക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. വായി തുറന്ന് പറഞ്ഞേ, എനിക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കണം. ഉറക്കെ പറഞ്ഞേ, എനിക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കണം. ആഗ്രഹിക്കുന്നവർ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ആഗ്രഹിക്കുന്നവർ മാത്രം മതി, എല്ലാവരുമല്ല. ഉറങ്ങുന്നവർ എവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. ആമേൻ. ആഗ്രഹിക്കുന്നവർ മാത്രം വലങ്കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. ഇന്ന് രാത്രി സ്വർഗം പകരുന്ന കൃപയ്ക്കകത്ത് നീ കേട്ട മനുഷിക വാക്കുകൾക്കപ്പുറം പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് നീ കേട്ടു തുടങ്ങുന്ന ഈ ഉപവാസ പ്രാർത്ഥന ചിലത് തുറന്നുകൊണ്ടുവരട്ടെ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ചുമ്മാതെ വന്ന് സംസാരിക്കത്തില്ല. ഹോശേയ പ്രവചനത്തിൽ പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളായിരിക്കുന്ന തലത്തിൽ നിന്ന് നമ്മളെ വേറെ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക. ആമേൻ. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് പത്മോസിലിരിക്കുന്ന യോഹന്നാന്റെ അടുക്കൽ പറയുകയാണ്, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, കാണിച്ചു തരാം. പക്ഷെ നീ എന്ത് ചെയ്യണോ? അവിടെ ഇരുന്നാ പോരാ, അവിടെ ഇങ്ങോട്ട് കയറി വരണോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ആത്മതലത്തിലേക്ക് കയറി പോകുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി പോകുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ആത്മസാന്നിധ്യത്തിലേക്ക് കയറി പോകുന്ന ഒരു ദൈവ മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയാമോ? അവന് പരിശുദ്ധാത്മാവിന്റെ സംഭാഷണം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഒറ്റ സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യാം.
ഒരു മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് കൊണ്ടുപോകുക. യോർദാൻ നദീതീരത്തേക്ക് കയറി വന്ന യേശുവിനെ പരിശുദ്ധാത്മാവ് ആദ്യം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അതിനുശേഷമാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ആത്മതലം തുറന്നു വരാൻ തുടങ്ങിയത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യം അവൻ എന്ത് ചെയ്യണം? ആത്മാവിൽ നടത്തപ്പെടണം. അതുകൊണ്ടാണ് യോഹന്നാൻ 16:13 പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ആദ്യം അവൻ എന്ത് ചെയ്യും? നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വഴി നടത്തിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. അതുകൊണ്ടാണ് റോമാലേഖനം 8:14 വരുമ്പോൾ, റോമാലേഖനം 8:14 പറയുകയാണ്, ആരാണ് ദൈവത്തിന്റെ മക്കൾ? ആരാണ് ദൈവത്തിന്റെ മക്കൾ? അവിടെ പറയുകയാണ്, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ആരാകുന്നു? ദൈവത്തിൻ്റെ മക്കൾ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ. ഉപദേശം അനുസരിച്ച് നടന്നുവെന്നല്ല പറഞ്ഞത്, മാതൃകയായിട്ട് നടന്നുവെന്നല്ല പറഞ്ഞത്, ആമേൻ, പ്രമാണം അനുസരിച്ച് നടന്നുവെന്നല്ല പറഞ്ഞത്, ആത്മാവ് നടത്തി. ഒരു മനുഷ്യൻ ദൈവമകനാകുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവാത്മാവ് അവനെ നടത്തുമ്പോൾ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവനാണ് ആര്? ദൈവത്തിൻ്റെ മകൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള സ്റ്റാൻഡേർഡ് ദൈവാത്മാവ് നടത്തുന്നവൻ. ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കളെങ്കിൽ ഞാനും നിങ്ങളും ദൈവമക്കളാണോ? ഞാനും നിങ്ങളും ദൈവമക്കളാണോ? നമ്മൾ ദൈവമക്കളാകുന്നതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുക. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ ഒന്ന് എന്ത് സംഭവിക്കണമെന്നറിയാമോ? ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുവെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവിന്റെ സംഭാഷണം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാല ഈ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രികളിൽ ആത്മസാന്നിധ്യത്തെ കൊതിക്കുന്ന ദൈവമക്കൾ പറഞ്ഞാട്ടെ, ആത്മാവെ എന്നെ ഒന്ന് കരം പിടിച്ച് നടത്തണമേ. ആത്മാവെ എന്നെ ഒന്ന് കരം പിടിച്ച് നടത്തണമേ. നമ്മൾ പലപ്പോഴും തിരിച്ചാ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞാൻ പോകുന്ന എല്ലായിടത്തും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ പുറകെ വരണമേ. കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്ന എല്ലായിടത്തും ദൈവം എൻ്റെ പുറകെ വരണമേ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പോകുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മാവ് വരത്തില്ല. നമ്മൾ പോകുന്ന എല്ലായിടത്തും കൂടെ വരുന്നത് ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ദൂതനാണ്. നീ പോകുന്ന എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതനോട് കൽപ്പിക്കുന്നു. അപ്പൊ അക്കമ്പനി ചെയ്യുന്നത് നാമേ ദൂതനാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം വരത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പോകുന്ന വഴിയിൽ നമ്മൾ പോകണം. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ റൂട്ടിനകത്ത് എന്നെ നടത്തണമേ, പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ എന്നെ ഒന്ന് നടത്തണമേ. ഇന്ന് രാത്രി 1 മിനിറ്റ് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്, ആത്മാവ് എൻ്റെ കൂടെ വരികയല്ല, ഞാൻ ആത്മാവിനെ അനുഗമിച്ചു തുടങ്ങട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ചിലരെ ആത്മാവിനെ അനുഗമിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അമേൻ. ഇനി അമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? അവൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. അമേൻ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പേ പോകണം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന്, ഞാൻ നിനക്ക് മുൻപായി ചെന്ന്, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലാമെന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണെന്നറിയാമോ? നീ എൻ്റെ പുറകെ തന്നെ വരണമെന്ന്. ഇന്ന് രാത്രി ആത്മസമർപ്പണം ചെയ്താട്ട്, ആത്മാവെ എൻ്റെ വലം കൈക്ക് പിടിച്ചോ, ആത്മാവെ എൻ്റെ മുമ്പിൽ നടന്നോ, ഞാൻ നിന്നെ വിട്ട് പിരിയത്തില്ല. ഐ ഷാൽ ഫോളോ യു വെയറെവർ യു ഗോ. നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്നെ അനുഗമിക്കാം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കയറാം. അപ്പൊ ആത്മാവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ ഒന്ന്, ആത്മാവിനാൽ നടത്തപ്പെടണം. 2, ആത്മാവ് എങ്ങനെയാണ് മനുഷ്യനോട് സംസാരിക്കുന്നത്? ആമേൻ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ കൃപാവരങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെൻ്റെ അടുക്കൽ ചോദിക്കുമായിരുന്നു, സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർ, എടാ പരിശുദ്ധാത്മാവ് നിന്നോട് ഈ സംസാരിക്കുന്നുവെന്ന് പറയുന്ന നീ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് എങ്ങനെയാണ് ആത്മാവ് സംസാരിക്കുന്നത്? ആമേൻ. നീ എപ്പോഴാണ് ആത്മാവ് സംസാരിക്കുന്നത്? ഇന്ന് രാത്രികാലം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് സാവകാശത്തിൽ
പറ്റുവാണെങ്കിൽ കയറാം. പക്ഷേ ഞാനതിൻ്റെ ഒന്ന് രണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന മീഡിയത്തെ ബൈബിളിൽ നിന്ന് എടുത്തു കാണിക്കാം. 89-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാം വാക്യം, 89-ാം സങ്കീർത്തനം 19-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തോ, അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തോ. ആമേൻ. അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആദ്യം ഒരു മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വപ്നത്തിലോ ദർശനത്തിലുമാണ്. ഒന്ന് രണ്ട് ഭാഗങ്ങളെ ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ദൈവം അബ്രാമിന്റെ അടുക്കൽ പറഞ്ഞു: അബ്രാം, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നുവെന്ന്. ഇത് എപ്പോഴായിരിക്കും പറഞ്ഞത്? എങ്ങനെയായിരിക്കും പറഞ്ഞത്? അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അബ്രഹാം ഉറങ്ങിക്കിടന്നപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ വിളിച്ച് അവൻ വീടിന് വെളിയിൽ നിർത്തി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിക്കുന്നു. വീണ്ടും പറയുകയാണ്, അബ്രഹാം മൃഗങ്ങളെ പിളർന്ന് കാത്തിരിക്കുമ്പോൾ ഒരു ഗാഢനിദ്ര അവന് വരുത്തി. അപ്പോൾ ദൈവം തൻ്റെ മുമ്പിൽ കൂടെ ഒരു തീ പോലെ കടന്നു പോകുന്നത് കണ്ടോ? ദൈവം ഒരു മനുഷ്യനോട്, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുന്ന പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ കൂടെയാണ്, ദർശനങ്ങളിൽ കൂടെയാണ്. ആമേൻ. തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക ഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, ഉൽപ്പത്തി 46:2, ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബിനെ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വിളിച്ചതെന്നറിയാമോ? രാത്രിയുടെ ദർശനങ്ങളിൽ. ഇന്ന് രാത്രി മീറ്റിംഗ് തീരുമ്പോൾ ചില മിനിറ്റുകൾ നാം ആത്മസാന്നിധ്യത്തിലേക്ക് പ്രാർത്ഥിച്ചു കയറണം. ഇതിനകത്ത് ചിലരുടെ ദർശന മണ്ഡലങ്ങൾ ആക്ടിവേറ്റ് ആകണം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയുകയാണ്, രാത്രി കിടക്കുന്നതിന് മുന്നമേ ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? കർത്താവേ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കണമേ, എൻ്റെ ഉറക്കത്തിൽ ദൈവം എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. പിശാച് നിനക്കെതിരെ ഇടുന്ന പദ്ധതികൾ നിന്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു വരട്ടെ. മനുഷ്യൻ നിനക്കെതിരെ ചെയ്തു കൂട്ടുന്നത് നിന്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു വരട്ടെ. ദൈവം നിന്റെ മുമ്പാകെ തുറക്കുന്ന വഴികൾ സ്വപ്നത്തിൽ തെളിഞ്ഞു വരട്ടെ. ഇന്ന് രാത്രി നിന്റെ സ്വപ്ന മണ്ഡലം ആക്ടിവേറ്റ് ആകുന്ന ഒരു ദൈവ പ്രവൃത്തി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രി ഒരു സ്വപ്ന മണ്ഡലം എനിക്ക് വെളിപ്പെടുത്തി തരണം. എൻ്റെ സഹോദരങ്ങളെ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ആമേൻ. സംഖ്യ 12:6 ആ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് അടിവരയിട്ട് മനപ്പാടം വെച്ചോ. അവിടെ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്: പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയോ സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യോ. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് എപ്പോഴാണ് സംസാരിക്കുന്നത്? ദർശനത്തിൽ വെളിപ്പെടോ, സ്വപ്നത്തിൽ അരുളി ചെയ്യുക. ആമേൻ. ദർശനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ചോദിക്കും, എന്താണ് ദർശനവും സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം? ദർശനം ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിടക്കുന്ന ഒരു സ്വപ്നത്തിന്റെ പേരാണ് ദർശനം. സ്വപ്നം എന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്ലാനുകൾ പറയുന്നതാണ്. ഇന്ന് രാത്രികാല ദർശനത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട്, സ്വപ്നത്തിൽ ദൈവത്തിന്റെ സംഭാഷണമോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിച്ചത്. ഏതോ ഒരു ക്യാമ്പിൽ പോയി ഇരുന്നപ്പോൾ, ഏതോ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നീ കാത്തിരുന്നപ്പോൾ ദൈവം നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നത് എന്തിനാണെന്നറിയാമോ? രാത്രിയുടെ യാമങ്ങൾ നിന്റെ ശരീരം നിശ്ചലമായി നീ കിടന്നുറങ്ങുമ്പോൾ, നിന്റെ ഹാർട്ട് റേറ്റ് മന്ദഗതിയിലാകുമ്പോൾ, നിന്റെ സ്വപ്ന മണ്ഡലങ്ങളെ തുറക്കാൻ, നിന്റെ ദർശന തലങ്ങളെ തുറക്കാൻ, അതിനകത്തുകൂടെ ദൈവത്തിന് സംസാരിക്കുവാൻ
ഇന്ന് രാത്രി ആഗ്രഹിച്ചാട്ട് എന്നോട് ദൈവം ഒന്ന് ഇടപെടണം. എന്നോട് അബാ ലഗസ്യ പ്രവർത്താനിയ ലാസ്മരിയ കലബലഗഡഗ ശംബ്രപാർത്ഥാനിയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ദർശനത്തിനകത്ത് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരാരെങ്കിലും ദർശനത്തിനകത്ത് ഭയപ്പെടുന്നവർ, സ്വപ്നത്തിനകത്ത് ഭയപ്പെടുന്നവരുണ്ടോ? ആമേൻ. സ്വപ്നത്തിനകത്ത് ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അത് പോരാട്ടമല്ല, അത് പോരാട്ടമല്ല. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ: മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന സമയ, രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളാൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചോ. എൻ്റെ അസ്ഥികളൊക്കെ കുലുങ്ങിപ്പോയി. അടുത്ത ഭാഗം കണ്ടോ? ഒരു ആത്മാവിൻ്റെ മുഖത്തിനേരെ കടന്ന് എൻ്റെ ദേഹത്തിന് രോമഹർഷം സംഭവിച്ചോ. ഒരു വിഗ്രഹം എൻ്റെ കണ്ണിനെതിരെ നിന്നോ. എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടോ. പിന്നെ ദൈവത്തെ ആ ദുരാത്മാവ് കുറ്റം പറയുകയാണ്. ഇയ്യോബ് ഉറങ്ങിക്കിടന്ന സമയത്ത് ഒരു ദുരാത്മാവ് തൻ്റെ അടുക്കൽ സ്വപ്നമണ്ഡലത്തിൽ വന്ന് സംസാരിച്ചെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ സ്വപ്നമണ്ഡലങ്ങൾ ആക്ടിവേറ്റ് ആകാനുള്ളതാണെങ്കിൽ പിശാച് നിന്നോട് സ്വപ്നങ്ങളിൽ സംസാരിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, നീ രാത്രി സ്വപ്നം കണ്ട് പേടിക്കുന്നവനാണെങ്കിൽ നിന്റെ സ്വപ്നമണ്ഡലത്തെ പിശാച് ഭയപ്പെടുന്നുണ്ട്. നിനക്കൊരു വിഷൻ റലമുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അവൻ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ന് രാത്രി സ്വപ്നമണ്ഡലങ്ങളിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ സ്വപ്നമണ്ഡലം പരിശുദ്ധാത്മാവിന്റെ സ്വാധീനതയിലായി വെളിപ്പാടുകളിലേക്ക്, ദർശനങ്ങളിലേക്കും അവർ കടക്കട്ടെ. ആമേൻ. അതിനെക്കുറിച്ച് അനേക വിശദീകരിപ്പാനുണ്ട് കേട്ടോ. ആമേൻ. ഇവിടെ ദുരാത്മാവ് വന്ന് സ്വപ്നങ്ങളിൽ ഇയ്യോബിനോട് പോരാടുകയാണ്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: 1-2 വട്ടം ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അത് അനുസരിക്കുന്നില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇയ്യോബ് 33:15. 1-2 വട്ടം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, പക്ഷെ മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. അപ്പൊ ദൈവം മനുഷ്യനെ വിട്ടുകളയുകയാണോ? അല്ല. ദൈവം അടുത്തത് പറയുകയാണ്: ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ മാനസാന്തരത്തെ കുറിച്ചാണ് പറയുന്നത്. അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ ദൈവം അവരുടെ ചെവി തുറക്കുന്നു. ഇന്ന് രാത്രി 1 മിനിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, കർത്താവേ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ കാതുകൾ തുറക്കണമേ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണമേ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ദൈവ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ രാത്രി നീ അടുത്ത സഭാരാധനയ്ക്ക് എഴുന്നേറ്റ് വരുന്നതിന് മുന്നമേ ഇന്ന് രാത്രി നീ ഒരു ദർശന തലത്തിൽ, നീ ഒരു ആത്മതലത്തിൽ പ്രവേശിച്ച് ദൈവം നിന്റെ കാതുകളെ തുറക്കുന്നത് ഇന്ന് രാത്രി സ്വർഗമേ സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേൽ ശക്തനായ പ്രവാചകനായിരുന്നു. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 2:28 പറയുന്നത് അവന്റെ പള്ളിമെത്തയിൽ വെച്ച് അവന് ദർശനങ്ങൾ ഉണ്ടായെന്ന്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, നെബൂഖദ്നേസറിന്റെ പള്ളിമെത്തയ്ക്കകത്ത് ദർശനമണ്ഡലം ആക്റ്റീവായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലേ? നിന്റെ ആരാധനയ്ക്ക് ഫലമില്ലേ? നിന്റെ പ്രാർത്ഥിച്ചു കിടക്കുന്ന നിന്റെ വിശുദ്ധ കിടക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ലേ? ഞാൻ നെബൂഖദ്നേസറിനെ വിടുകയാ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. എല്ലാവരും ആ ഭാഗം ഒന്ന് തുറന്നാട്ടെ. ദാനിയേൽ 7:1 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടോ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. ആ വാക്യം കണ്ടവരെ ആ വാക്യത്തെ തൊട്ട് പിടിച്ചൊന്ന് സ്തോത്രം ചെയ്തായിട്ട് ആമേൻ. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ കിടക്കയിലായിരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് എനിക്ക് ദർശനത്തെ തരാ. വിശ്വസിക്കുന്നവർ മാത്രം അതരം തുറന്ന് ആ വാക്യത്തിന്മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചാട്ട് എൻ്റെ കിടക്ക ദർശനങ്ങളെ കൊണ്ടുവരാ. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരുടെ ദർശന മണ്ഡലങ്ങളെ ആക്ടിവേറ്റ് ആകട്ടെ, ആക്ടിവേറ്റ് ആകട്ടെ, ആക്ടിവേറ്റ് ആകട്ടെ, ആക്ടിവേറ്റ് ആകട്ടെ. ജീസസ്. അപ്പം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് എന്ത് ചെയ്യും? സ്വപ്നത്തിൽ സംസാരിക്കും, സ്വപ്നത്തിൽ സംസാരിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ അടുക്കൽ ഞാൻ പറയുന്നു, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കഴിഞ്ഞ രാത്രി സംസാരിച്ചുവെന്ന് പറയുവാൻ ഉണ്ടാകണം. ഓരോ രാത്രിയും കിടക്കുമ്പോൾ നീ ആകുലപ്പെട്ട് കിടക്കുകയല്ല, രാത്രി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്ക. കർത്താവേ, ഈ രാത്രി എന്നോടൊന്ന് സംസാരിക്കണമേ, ഈ രാത്രി എൻ്റെ ദർശനതലമൊന്ന് തുറക്കണമേ, ഈ രാത്രി എൻ്റെ ദർശനതലമൊന്ന് ആക്ടിവേറ്റ് ആക്കണമേ. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ ശയ്യമേൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ദർശനത്തെ കണ്ടു, ഞാൻ ദൈവശബ്ദം കേട്ടു. പക്ഷെ ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ദാനിയേലിനോടല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കണമെങ്കിൽ ഉറങ്ങണം, എന്നാൽ പിന്നെ ഞാൻ പോയി എന്ത് ചെയ്യട്ടെ? ഉറങ്ങട്ടെ? അല്ലല്ലല്ല, ദാനിയേലിൻ്റെ പുസ്തകം അതൊരു പ്രിലിമിനറി ലെവലാണ്. പക്ഷേ അടുത്ത അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, ദാനിയേൽ എന്ന എനിക്ക് ആദിയിലുണ്ടായതിൻ്റെ ശേഷം ബേൽശസ്സർ രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലൊരു ദർശനമുണ്ടായി. ശ്രദ്ധിക്കണമേ, 1-ാം ആണ്ടിൽ എവിടെ വെച്ചാ ദർശനം ഉണ്ടായേ? 1-ാം ആണ്ടിൽ എവിടെ വെച്ചാ ദർശനം ഉണ്ടായേ? കിടക്കയിൽ വെച്ച്. 2 വർഷം കഴിഞ്ഞു, 3-ാമത്തെ വർഷം ഒരു ദർശനത്തിൽ വെളിപ്പെട്ടു. 3-ാമത്തെ വർഷം കിടക്കയിലല്ല കേട്ടോ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ സ്പിരിച്വാലിറ്റി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. 2-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ ദർശനത്തിൽ കണ്ടു. ആമേൻ. ദാനിയേൽ എന്തിനാ ശൂഷൻ രാജധാനിയിൽ കയറിപ്പോകുന്നത്? അദ്ദേഹം എന്തിനാണ് ശൂഷൻ പാലസിൽ കയറിപ്പോകുന്നത്? ഉറങ്ങാനാണോ? അല്ല. ദാനിയേൽ അവിടുത്തെ ആരാണെന്നറിയാമോ? ദാനിയേൽ അവിടുത്തെ ഒരു മിനിസ്റ്ററാണ്. ദാനിയേൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ദാനിയേൽ ശൂഷൻ പാലസിൽ കയറിപ്പോയത് വിശ്രമിക്കാനാ? ഉറങ്ങാനാ? അല്ല, താൻ തൻ്റെ ഡ്യൂട്ടി ടൈമിലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ 1-ാമത്തെ വർഷം ഉറങ്ങിക്കിടന്നപ്പോൾ ദർശനം കണ്ടു. പക്ഷേ ഞാൻ 3-ാമത്തെ വർഷമായപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോഴല്ല ദർശനം കണ്ടത്. ഞാൻ ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ പാലസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ പാലസിൽ നിന്ന് ഞാൻ ദർശനത്തിൽ കാണുന്നത് ഊലായി നദീതീരത്ത് നിൽക്കുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കൽ പറയട്ടെ, ദർശനം ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, നമ്മൾ ഡ്യൂട്ടി ടൈമിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുക? നിങ്ങളോട് സംസാരിക്കാൻ കഴിയുക. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുക. കണ്ണടയ്ക്കണ്ട, ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? BC 600-കളിൽ ദാനിയേലിൻ്റെ അടുക്കൽ ദൈവം സംസാരിച്ചെങ്കിൽ ഈ സംവത്സരത്തിൽ ദൈവം അത് ചെയ്യത്തില്ലേ? അമേൻ. നീ നടന്നു പോകുമ്പോൾ, നീ റോഡിൽ നിൽക്കുമ്പോൾ, നീ ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? നിന്റെ മുൻപാകെ ദർശനങ്ങളെ കാണിച്ചു തരണം. അമേൻ. ഇപ്പോൾ ഒക്കെ മെറ്റാ ഗ്ലാസുകൾ ഇറങ്ങുന്നുണ്ട്. മെറ്റാ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? റെയ്ബാനും മെറ്റയും കൂടെ ചേർത്തുള്ള ഗ്ലാസ്. ലോകത്തെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? അമേൻ. നിനക്ക് നിൻ്റേതായ കാര്യങ്ങളെ കാണാൻ കഴിയുക. ഇപ്പോഴത്തെ പുതിയ കാറുകളിലൊക്കെ, സുസുക്കിയുടെയും ടൊയോട്ടയുടെയൊക്കെ കാറുകളിൽ
അതിൽ ഡാഷ്ബോർഡിനകത്ത് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ആ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ പ്രത്യേകത, അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നിരിക്കുക. അതിനകത്തുകൂടെ നമുക്ക് കാണാം, അതിനകത്തും കാണാൻ കഴിയുക. ഇതുപോലെ ദർശനമണ്ഡലം ആക്ടിവേറ്റായി നിൽക്കുക. നീ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, നിന്റെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ തന്നെ അന്തർലീനമായി കിടക്കുന്ന രഹസ്യങ്ങളെ നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുക? കാണുവാൻ കഴിയുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു ദർശനതലം വേണം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ദർശനതലത്തിനൊക്കെ വില കൊടുക്കണം കേട്ടോ. 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഡ്യൂട്ടി ടൈമിൽ ദർശനം കണ്ടെന്ന്. ഡ്യൂട്ടി ടൈമിൽ ദർശനം കണ്ട ദാനിയേലിന് 27-ാം വാക്യത്തിൽ അതിനൊരു വില കൊടുക്കേണ്ടി വന്നു. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ദർശനതലം ഒരുത്തൻ്റെ മേൽ ആക്ടിവേറ്റ് ആയാൽ, അവനൊരു പ്രവാചകനായി അനോയിന്റ് ചെയ്യപ്പെട്ടാൽ അവനതിന് വില കൊടുക്കേണ്ടി വരും. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ഞാൻ വില കൊടുത്ത് ദൈവശബ്ദം കേൾക്കാം. ആമേൻ. 1, ഉറക്കത്തിൽ ദൈവശബ്ദം കേട്ടോ. 2, ഡ്യൂട്ടി ടൈമിൽ ദൈവശബ്ദം കേട്ട് ദർശനത്തെ കാണുകയാണ്. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദർശനം കാണുന്നത്. ഇനി അടുത്തതായിട്ട് സ്തോത്രം, ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട്, ആമേൻ, താൻ കാണുന്നത് ഡ്യൂട്ടി ടൈമിലാണ്. പക്ഷേ ഏറെ വർഷങ്ങൾ കഴിഞ്ഞു. 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ബേൽശസ്സറിന്റെ ഭരണം കഴിഞ്ഞു. ദാരിയാവേശ് രാജാവ് ഭരണമേറ്റു. ദാരിയാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ടിൽ, അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ആമേൻ. ഉറങ്ങിക്കിടന്നപ്പം ദർശനം കണ്ട മനുഷ്യൻ, ഡ്യൂട്ടി ടൈമിൽ ദർശനം കണ്ട മനുഷ്യൻ, ഇത്രയും കൃപാവരമുള്ള മനുഷ്യൻ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ എൻ്റെ അടുക്കൽ കയറി വന്നു. വീണ്ടും അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, പാർസി രാജാവായ കോരേശിന്റെ 3-ാം ആണ്ടിൽ ബേൽശസ്സർ എന്ന് പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ആദ്യം ഉറങ്ങിക്കിടന്നപ്പം ദർശനം കിട്ടി, പിന്നെ ഡ്യൂട്ടി ടൈമിൽ ദർശനം കിട്ടി, 3-ാമത് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദർശനം കിട്ടി. വർഷം കുറെ കഴിഞ്ഞ്, ആമേൻ, കോരേശ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദർശനത്തിന് ശ്രദ്ധ വെച്ചു. എന്ന് പറഞ്ഞാൽ ദർശനം കിട്ടാൻ വേണ്ടി ഇപ്പൊ താൻ എന്ത് ചെയ്യുകയാണ്? ഉപവസിക്കുകയാണ്. ദർശനത്തിന്റെ 4 ലെവലുകൾ ദാനിയേൽ പഠിപ്പിക്കുകയാണ്. 1, ഉറങ്ങിക്കിടന്നപ്പോൾ ഉള്ള ദർശനം. 2, ഡ്യൂട്ടി ടൈമിലുള്ള ദർശനം. 3, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ദർശനം. 4, ദർശനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിക്കുന്നു, ഈ ദർശനതലത്തിൻ്റെ ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്? ഈ ദർശനതലത്തിൻ്റെ ഏത് ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത്? ഉറക്കത്തിലാണോ? ഡ്യൂട്ടി ടൈമിലാണോ? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണോ? അതോ ഇത് 3-നും അപ്പുറം ഒരു ദർശനത്തിന് വേണ്ടി നിങ്ങൾ ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണോ? എൻ്റെ പൊന്നു പാസ്റ്റർ, ഞങ്ങൾ ആ ചാപ്റ്റർ ഒന്നും ഓപ്പൺ ചെയ്യാറേ ഇല്ല. നോ 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 നോ. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറയുന്നു, ആമേൻ, ദർശനത്തിലേക്ക് ഒരു ശ്രദ്ധ വെച്ചാട്ടെ, ദർശനത്തിന് ശ്രദ്ധ വെച്ചാട്ടെ. ജോലി വേണം, വീട് വേണം, കാറ് വേണം, ആമേൻ, പ്രവാചനം, കൃപ വേണം, ശുശ്രൂഷ വേണം, ഇതെല്ലാം നല്ലത്. പക്ഷെ അതിനപ്പുറം നീ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണമേ. ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രാർത്ഥന കയറട്ടെ. എന്നാൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആർക്കാണ് ദർശനവരം ആക്ടിവേറ്റ് ആകുന്നത്? ആമേൻ. ദർശനവരം ആക്ടിവേറ്റ് ആകാൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? വിശുദ്ധ തിരുവെഴുത്തിൽ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരോ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുക, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കുക. എപ്പോഴാണ് ദർശനങ്ങൾ ദർശിക്കുന്നതെന്നറിയാമോ? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുമ്പോൾ. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കേവലം കയ്യടിക്ക് വേണ്ടിയുള്ളതല്ല,
അന്യഭാഷ പറയാനുള്ളതല്ല, ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ളതല്ല. അന്ത്യകാലത്ത് ദൈവം ജഡത്തിന്റെ മേൽ ആത്മാവിനെ പകരുന്നത് ഒരു ദർശനതലം തുറക്കുവാനാണ്. ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ പകർന്ന അഭിഷേക ഒരു ദർശനത്തിന്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അഭിഷേകമാണ്. ദൈവശബ്ദം കേൾക്കുന്ന അഭിഷേകമാണ്. അതിനകത്തൊരു കൃപയുണ്ട്, അതിനകത്തൊരു കൃപാവരമുണ്ട്, അതിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്, അതിനകത്തൊരു മർമ്മമുണ്ട്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എൻ്റെ ദർശന മണ്ഡലം ആക്ടിവേറ്റ് ആകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എൻ്റെ ദർശന മണ്ഡലം ആക്ടിവേറ്റ് ആകട്ടെ. ആമേൻ. ഞാൻ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു, ദർശനത്തിൽ കൂടെ ദൈവം സംസാരിക്കും. ആമേൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തെ ഒറ്റ മിനിറ്റിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ആമേൻ. മൈൻഡിനകത്ത് വെച്ചുകൊള്ളുക. ദൈവം സംസാരിക്കുന്ന ഒന്നാമത്തെ മീഡിയം ദർശനമാണ്. അത് ഉറങ്ങിക്കിടക്കുമ്പോൾ സംസാരിക്കുക. 2, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോർമൽ മോഡിൽ സംസാരിക്കുക. 3, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുക. 4, ദർശനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവം സംസാരിക്കുന്ന രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത് സ്തോത്രം. മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയ പുരോഹിതൻ, ദീർഘനാളുകൾ പ്രാർത്ഥിച്ച് നീതിയോടെ ജീവിച്ച മനുഷ്യൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ദൈവം തന്നോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സംസാരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരാളെ പറഞ്ഞു വിടുകയാണ്. സ്വർഗം ഒരാളെ പറഞ്ഞു വിടുകയാണ്. ആരെയാണ് പറഞ്ഞു വിടുന്നതെന്ന് അറിയാമോ? ദൂതനെ പറഞ്ഞു വിടുകയാണ്. ഒരു മനുഷ്യനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന രണ്ടാമത്തെ തല ദൂതനിൽ കൂടെ സംസാരിക്കുക. എന്നാൽ ദൂതനിൽ കൂടെ ദൈവം സംസാരിക്കുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ദൂതനിൽ കൂടെ ദൈവം സംസാരിക്കുന്നത് സ്വപ്നത്തിൽ കൂടെ ദൂതൻ സംസാരിക്കും. കേട്ടോ, സ്വപ്നത്തിൽ കൂടെ ദൂതൻ സംസാരിക്കുക. ഞാൻ ചില ഭാഗങ്ങൾ പറഞ്ഞു വിടാം. മത്തായി സുവിശേഷം 1:20, യോസെഫിന്റെ അടുക്കൽ ദൂതൻ സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചു. മത്തായി സുവിശേഷം 2:13, യോസെഫിന്റെ അടുക്കൽ സ്വപ്നത്തിൽ കൂടെ ദൂതൻ സംസാരിച്ചു. മത്തായി സുവിശേഷം 2:19, മത്തായി സുവിശേഷം 1:20, 2:13, 2:19, ഈ 3 വാക്യങ്ങളിലും പറയുന്നത് യോസെഫിന്റെ അടുക്കൽ സ്വപ്നത്തിൽ ഒരു ദൂതൻ സംസാരിച്ചുവെന്നാണ്. എങ്ങനെ സംസാരിച്ചു? സ്വപ്നത്തിൽ ഒരു ദൂതൻ സംസാരിച്ചു. അപ്പൊ ദൂതൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സ്വപ്നത്തിൽ സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വപ്നത്തിൽ കേവലം ദർശനം കാണുക മാത്രമല്ല, സ്വപ്നത്തിൽ ദൂതന്മാർ, ഒരു ഏഞ്ചലിക് റെലം ആക്ടിവേറ്റ് ആകുക. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എന്താണ് ഈ ദൂതന്മാർ? ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുള്ളവനായിരിക്കണം. ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അത്രേ ഉയരമുള്ളവനായിരിക്കണം. ദൂതൻ എന്ന് പറഞ്ഞാൽ വെളുത്ത പുകയുള്ളവനായിരിക്കണം. ദൂതൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പല കണ്ടീഷനുകളുണ്ട്. പക്ഷെ ദൂതൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാമോ? എബ്രായ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക. അപ്പൊ ദൂതന്മാരാരാണ്? സേവക, ആത്മാക്കൾ. അപ്പൊ ദൂതന്മാരാരാണ്? ആത്മാക്കൾ. അപ്പൊ ദൂതനെന്ന് പറഞ്ഞാൽ ചിറകുണ്ടാകണമെന്ന്, ദൂതനെന്ന് പറഞ്ഞാൽ വാള് പിടിക്കണമെന്ന്, ദൂതനെന്ന് പറഞ്ഞാൽ തീ പോലെ ഇരിക്കണമെന്ന്, ദൂതനെന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് രൂപമില്ല. ആഫ്രിക്കൻ തിയോളജിക്കാർ പറയും, ഞങ്ങളുടെ CCTV-ക്കകത്തൂടെ വെളുത്ത ഒരു പുക കടന്നുപോയി, അതായിരുന്നു ദൂതനെന്ന്. നോ. ആത്മാവിന് ആത്മാവാണ് ദൂതൻ എന്ന് പറയുന്നത്. ആത്മാവാണ്. ആമേൻ. ഒരിക്കലും ഈ ആത്മാവിനൊരു സ്പെസിഫിക് രൂപമുണ്ടാകണമെന്നില്ല. ആമേൻ. അപ്പോൾ ആത്മാവ് സ്വപ്നത്തിൽ ദൂതൻ വന്ന് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി ആഗ്രഹിച്ചാട്ടെ, യോസെഫിനോട് ദൂതൻ സംസാരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യോസെഫ് അത്ര ഒരു സ്പിരിച്വൽ മനുഷ്യനായിരുന്നില്ല. യോസെഫ് ഒരു സാധാരണ നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യോസെഫിനെ സംബന്ധിച്ച് എന്തുണ്ടെന്ന് അറിയോ? സ്വപ്നത്തിൽ സംസാരിച്ചു. പക്ഷെ മറിയത്തിൻ്റെ അടുക്കൽ
ദൈവ സ്വപ്നത്തിലല്ല സംസാരിച്ചത്, ദൂതൻ സ്വപ്നത്തിലല്ല വന്നത്. മറിയത്തിൻ്റെ അടുക്കൽ എങ്ങനെയാണ് വന്നതെന്നറിയാമോ? മറിയം മുറിയിൽ നിൽക്കുമ്പോൾ ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? മുറിയിൽ കയറി വന്ന് സംസാരിച്ചു, സ്പഷ്ടമായിട്ട് സംസാരിച്ചു. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാം, മറിയത്തിന്റെ മുറിയിൽ കയറി വന്ന് ദൂതൻ പറഞ്ഞു, ഹായ് മേരി, എന്തുണ്ട് വിശേഷമെന്നൊക്കെ ചോദിച്ചാ കയറി വരുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന്. അപ്പോഴാ മറിയം തിരിഞ്ഞു നോക്കിയത്, ഇത് എന്തോ ഒരു വന്ദനമെന്ന്. കണ്ടോ, അങ്ങനെ ഒരു കാഷ്വൽ വിസിറ്റിലാണ് ദൂതൻ കയറി വരുന്നത്. ആമേൻ. മനോഹയുടെ വീട്ടിൽ ദൂതൻ കയറി വരുമ്പോൾ ഒരു ദൂതൻ എന്ന് പറഞ്ഞല്ല കയറി വരുന്നത്, ഒരു മനുഷ്യനെ പോലെ കയറി വരുന്നത്. ആമേൻ. അബ്രഹാമിന്റെ വീട്ടിൽ ദൈവവും ദൂതന്മാരും കയറി വന്നപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നുവെന്നാണ് പറഞ്ഞത്. ആമേൻ. അപ്പൊ ദൂതൻ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും വരാം, ചിറകോടെയും വരാം, ചിറകില്ലാതെയും വരാം. ദൂതൻ ഏത് രൂപത്തിലും കയറി വരാം. അപ്പൊ ദൂതൻ സംസാരിക്കുകയാണ്. പക്ഷേ ആത്മാവിനാൽ ദൂതൻ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് ദൂതനാണ് സംസാരിക്കുന്നതെന്ന്. സ്തോത്ര. ആമേൻ. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 2:9 അവിടെ ഇടയന്മാർ കാവൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് സംസാരിച്ചു. ഈ ഇടയന്മാർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഇടയന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ ആട്ടിടയന്മാരല്ല. ഈ ഇടയന്മാർ കേവലം ആട്ടിടയന്മാരല്ല. ആ ഇടയന്മാരുടെ അടുക്കൽ ദൂതൻ വന്ന് സംസാരിക്കാൻ ഒരു കാര്യമുണ്ട്. ആ ഇടയന്മാർ വളർത്തുന്ന ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരൂശലേം ദൈവാലയത്തിലെ യാഗപീഠത്തിലേക്ക് വേണ്ടിയ കടിഞ്ഞൂലുകളെ ജനിപ്പിക്കുന്ന ഒരു കൂട്ടം ആട്ടിൻകൂട്ടമുണ്ട്. ഇപ്പോഴും യെരൂശലേമിലുണ്ട്. ആലയത്തിനേക്ക് വേണ്ടി, യാഗത്തിന് വേണ്ടി പശുക്കളെയും ആടുകളെയും ജനിപ്പിക്കുന്ന ഇട. അപ്പൊ ഈ ഇടയന്മാർ രാത്രിയിൽ കാവൽ കാത്തുകൊണ്ടിരിക്കുക. ഈ ഇടയന്മാർ രാത്രിയിൽ കാവൽ കാക്കുന്നത് വാസ്തവത്തിൽ കള്ളം വരുമോ കാട്ടുമൃഗം വരുമോ എന്ന് പറഞ്ഞല്ല കാത്തിരിക്കുന്നത്. പകരം ഈ ഇടയന്മാരുടെ ഇടയിൽ ചെന നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, പ്രസവിക്കാറായി നിൽക്കുന്നതായ തള്ളയാടുകളുണ്ട്. ഈ തള്ളയാടുകളിൽ ചിലത് ഈ രാത്രി പ്രസവിക്കാൻ സാധ്യതയുണ്ട്. ആമേൻ. അപ്പോൾ ഒരാട് പ്രസവിച്ചാൽ 2 ആട്ടിൻകുട്ടികൾ വരും. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ആട്ടിൻകുട്ടികൾ പ്രസവിക്കപ്പെടുന്നത്. അപ്പൊ ഇടയന്മാർ കാവല് നിൽക്കുകയാണ് കണ്ണുമിഴിച്ച്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? 2 ആട്ടിൻകുട്ടിയെ പ്രസവിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൽ ഏത് ആട്ടിൻകുട്ടിയാണ് കടിഞ്ഞൂല് ആദ്യം ഇറങ്ങുന്ന ആട്ടിൻകുട്ടി ഏതാണെന്ന് കാണുവാൻ തക്ക വേണ്ട. ഈ ഇടയന്മാരാണ് സാക്ഷീകരിക്കേണ്ടത്. ഏത്? ഇതാണ് കടിഞ്ഞൂലെന്ന്. ആദ്യം ഇറങ്ങി വന്നവൻ ഇവനാണെന്ന്. ഇരട്ടപ്പിള്ളകൾ ഇറങ്ങി വരുമ്പോൾ ആദ്യം ഇറങ്ങി വന്ന ആട് ഇവനാണെന്ന് ആരാ സാക്ഷീകരിക്കേണ്ടത്? ഈ ഇടയനാണ് സാക്ഷീകരിക്കേണ്ടത്. അങ്ങനെ രാത്രി ഉറക്കൊഴിഞ്ഞ് കാവലിരിക്കുന്ന ഇടയന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് നിന്നോ. അടുത്ത ഭാഗം എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു വെളിച്ചം അവരെ ചുറ്റുമിന്നി. ആ ദൂതൻ അവരോട് സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ഈ ദൈവാലയത്തിന് വേണ്ടി രാത്രി ഉറക്കൊഴിഞ്ഞിരിക്കുന്ന, കടിഞ്ഞൂലിനെ കാണാൻ രാത്രി ഉറങ്ങൊഴിഞ്ഞിരിക്കുന്ന ഇടയന്റെ അടുക്കൽ ദൂതൻ സ്പഷ്ടമായിട്ട് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാ, രാത്രിയുടെ യാമങ്ങൾ ഉറക്കൊഴിഞ്ഞ് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ നിനക്കൊരുക്കമുണ്ടെങ്കിൽ സ്പഷ്ടമായി ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരാ. സ്പഷ്ടമായി ദൂതൻ ഇറങ്ങി വരാ. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൂതൻ ഇറങ്ങി വന്നാൽ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചെന്നിരിക്കുക, ചിലപ്പോൾ നിങ്ങളെ വിടുവിച്ചെന്നിരിക്കുക. ആമേൻ. ദൂതൻ ഇറങ്ങി വന്നാൽ 3 കാര്യങ്ങൾ നടക്കുക. സെക്കറിയ പുരോഹിതൻ ദൂതൻ ഇറങ്ങി വന്നു. എന്ത് സംഭവിച്ചോ? ദൂതൻ സംഭവിപ്പാനുള്ളത് പറഞ്ഞിട്ട് പോയി. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി എന്ത് ചെയ്തോ? വിടുവിച്ചിട്ട് പോയി. ദാനിയേലിന്റെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തോ? ആമേൻ. സിംഹങ്ങളുടെ വായടച്ചു, ഒരു വിടുതലിനെ നൽകിയിട്ട് പോയി. പക്ഷെ ഗത്സമനയിൽ ദൂതൻ ഇറങ്ങി യേശുവിനോട് ഒന്നും പറഞ്ഞില്ല. ഗത്സമനയിൽ ദൂതൻ ഇറങ്ങി യേശുവിനെ വിടുവിച്ചില്ല. പകരം ഗത്സമനയിൽ ഇറങ്ങിയ ദൂതൻ യേശുവിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാത്രി നിന്നിൽ വ്യാപരിക്കുന്ന, ആമേൻ, നീ ആയിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ ഒരു ഏഞ്ചലിക് റലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ ഒരു ദൂത് വെളിപ്പെടാ, അല്ലെങ്കിൽ അവിടെ ഒരു ഡെലിവറൻസ് വെളിപ്പെടാ. പക്ഷെ ഞാൻ ഒന്ന് പറയാ, ദൂത് വെളിപ്പെട്ടില്ലെങ്കിലോ, ഡെലിവറൻസ് വെളിപ്പെട്ടില്ലെങ്കിലോ, ഒരു ഏഞ്ചലിക് റലം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നീ ശക്തിപ്പെടുന്നത്, നീ ബലപ്പെടുന്നത്, നീ
ആത്മാവിന്റെ ശക്തിയുടെ അളവ് വർദ്ധിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നത് നീ ദൂതന്മാരുമായി കണക്ട് ആകുവാൻ, പരിശുദ്ധാത്മാവിൽ നീ ഏഞ്ചൽസുമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് I want to deal with the angels. I want to talk with the angels. ഒരു ഏഞ്ചലിക് കമ്മ്യൂണിറ്റി, ഒരു ഏഞ്ചലിക് കോൺവെർസേഷൻ, ഒരു ഏഞ്ചലിക് ഫെലോഷിപ്പ് ഇന്ന് രാത്രി സ്വർഗമേ La baseni maho vidani helegedi promotion locoria lati mano sikambrabadi albonia aikoria satani promoni ikalosi bramenia ratunia promolamatia balatia balaka barasia അന്യഭാഷകളിൽ തന്നെ സംസാരിച്ചു കൊണ്ട് ഇന്ന് രാത്രി ദൂതന്മാരുമായി കണക്ട് ആകുന്ന ഡെലിവറിംഗ് ഏഞ്ചൽസ്, എംപവറിംഗ് ഏഞ്ചൽസ്, മെസ്സഞ്ചർ ഏഞ്ചൽസ്, ഞാനൊരു കാര്യം പറഞ്ഞ് ഏഞ്ചലിക് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ, ഞാൻ മുൻപേ ദർശനത്തിൻ്റെ 4 സ്റ്റെപ്പുകൾ പ്രിസൈസ് ചെയ്തതുപോലെ ഏഞ്ചലിക് റലത്തിൻ്റെ 3 പോയിന്റുകൾ പ്രിസൈസ് ചെയ്ത് ഞാൻ പോവുകയാണ്. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് മേ ബി എ പ്രൊട്ടക്റ്റിംഗ് ഡെലിവറിംഗ് ഏഞ്ചൽ. ഒരു പക്ഷേ ആ ദൂതൻ നിന്നെ വിടുവിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു ദൂതനായിരിക്കുക. അല്ലെങ്കിൽ ആ ദൂതൻ നിന്നോട് എന്ത് ചെയ്യുക? സംസാരിച്ചിട്ട് പോകുക. സ്തോത്രം. പൗലോസ് കപ്പലിൽ കിടക്കുമ്പോൾ ദൂതൻ വന്ന് തൻ്റെ അടുക്കൽ സംസാരിച്ചു. മെസ്സഞ്ചർ ഏഞ്ചൽസ്. സെക്രയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് സംസാരിച്ചു. ദൂതൻ 1 വിടുവിക്കുക, 2 ദൂതൻ സംസാരിക്കുക. എന്നാൽ വിടുവിക്കുന്നതിനും സംസാരിക്കുന്നതിനും അപ്പുറം യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ വന്ന് തന്നെ ശക്തിപ്പെടുത്തിയിട്ട് പോയി. എംപവറിംഗ് ഏഞ്ചൽസ്. ഒരു ഏഞ്ചലിക് പ്രസൻസ് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടായാൽ സംടൈംസ് ഇറ്റ് മേ ബി എ പ്രൊട്ടക്ഷൻ ഓർ deliverance, sometimes it may be a messenger, sometimes it may be an empowering from God. ഇന്ന് രാത്രികാല എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങുന്ന ദൂതൻ എന്നെ ശക്തിപ്പെടുത്തിയ മടങ്ങി പോകത്തുള്ളൂ? ഇന്ന് രാത്രികാലം വിശ്വസിച്ചാട്ടെ. എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പാകെ, എൻ്റെ പ്രാർത്ഥനയുടെ മുൻപാകെ സ്വർഗം എൻ്റെ മേലിട്ട അഭിഷേക എനിക്കൊരു സമ്പർക്കം തരാ, എനിക്കൊരു ബന്ധം തരാ. ആ ബന്ധം മനുഷ്യരുമായിട്ടല്ല, ദൂതന്മാരുമായിട്ട്. ഇന്ന് രാത്രി 1 മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ദൂതന്മാരുമായിട്ടൊരു ബന്ധം വേണം, എനിക്ക് ദൂതന്മാരുമായിട്ടൊരു ബന്ധം വേണം. ശബ്ദം ഉയർത്തി പറഞ്ഞ്, എനിക്ക് ദൂതന്മാരുമായിട്ടൊരു ബന്ധം വേണം, എനിക്ക് ദൂതനെ കാണണം, എനിക്ക് ദൂതന്റെ സംരക്ഷണം വേണം, എനിക്ക് ദൂതന്റെ ഫെലോഷിപ്പ് വേണം, എനിക്ക് ദൂതനുമായി ഒരു റിലേഷൻ വേണം. ഇന്ന് രാത്രി നിന്നെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ദൂതന്മാരുമായി കണക്ട് ചെയ്യട്ടെ. ഹോളി സ്പിരിറ്റ്, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം എൻ്റെ മേലും നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാഭിഷേകം പകർന്നത് കേവലം കൈയടിച്ച് ആരാധിച്ചിട്ട് പോകാനല്ല, പകരം പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവില്ലാത്ത ആ വലിപ്പ അത് ഞങ്ങളൊന്ന് അനുഭവിക്കണം കർത്താവേ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഹയർ ലെവൽ, ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സൂപ്പർ ലെവൽ ഞങ്ങൾക്കൊന്ന് വേണോ? പരിശുദ്ധാത്മാവിൻ്റെ ആ ഇമ്മഷറബിൾ പവർ അത് ഞങ്ങൾക്കൊന്ന് വേണം കർത്താവേ. അത് ഞങ്ങളുടെ മേലൊന്ന് പകരണം കർത്താവേ, അത് ഞങ്ങളുടെ മേലൊന്ന് പകരുമാറാകണമേ. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ ഒന്ന് സ്വപ്നത്തിൽ, ദർശനത്തിൽ സംസാരിക്കും. അതിൻ്റെ 4 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതനിൽ കൂടെ നമ്മളോട് സംസാരിക്കും. ഞാൻ 3ാമത്തെ ഭാഗം പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. അവിടെയാണ് ഒത്തിരി ക്രിസ്റ്റൽ ക്ലിയറായിട്ട്
ദൈവശബ്ദം നാം കേൾക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 17-ാം വാക്യം. 22-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ ഞാൻ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. ജീസസ്. ഞാൻ യെരൂശലേമിൽ ചെന്നു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഞാൻ വിവശതയിലായി. While I was praying in the temple of Jerusalem, I was in trance and I saw him. ഞാൻ വിവശതയിലായി അവനെ കണ്ടു. അടുത്ത വാക്യം, നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോക, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇവര് കൈക്കൊള്ളത്തില്ല. എവിടെയാ സംസാരിച്ചത്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ വന്നോ? ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വപ്നം കണ്ടോ? ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിവശതയിലായി. And I was in trance. എന്താണ് വിവശത എന്ന് പറഞ്ഞാൽ? എന്താണ് വിവശത എന്ന് പറഞ്ഞാൽ? ഞാൻ അതിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം, മറ്റൊരു ഭാഗം ഞാൻ പറയാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 5-ാം വാക്യം. ഞാൻ മുൻപേ പറഞ്ഞത് പൗലോസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ പത്രോസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. 3 അപ്പോസ്തലന്മാരുടെ കാര്യം പറയാം. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. അവിടെയും അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ജസ്റ്റ് ഐ സോ എ വിഷൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. I was in trance and then saw a vision. ഞാൻ ട്രാൻസിലായി, ഞാൻ വിവശതയിലായി. ഒന്നുകൂടെ പറയാം. ഒന്ന് പൗലോസിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 22. 2 പത്രോസിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 11. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം, യോഹന്നാൻ്റെ ജീവിതം. വെളിപ്പാട് 21:10. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിലേക്ക് കൊണ്ടുപോയി. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ വിവശതയുണ്ടായി. പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ വിവശതയുണ്ടായി. യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പോൾ വിവശതയുണ്ടായി. എന്താണ് വിവശത? 2 കൊരിന്ത്യർ 12-ാകത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, ശരീരം കൊണ്ടോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയത്തില്ല. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്താണ് 3-ാം സ്വർഗം? There are 3 heavens. ഫസ്റ്റ് ഹെവൻ, ആദ്യത്തെ ആകാശം. 3 heavens. ആദ്യത്തെ ഹെവൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ആകാശം തന്നെയാണ്. ആദ്യത്തെ ആകാശം എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫറിക് ഹെവനാണ്. മേഘങ്ങൾ നിൽക്കുന്നത്, വിമാനങ്ങൾ പറക്കുന്നത്, മഴ പെയ്യുന്ന ആ ആകാശത്തെയാണ് എന്ത്? 1-ാമത്തെ ആകാശം. ഈ ആകാശത്തിന് അപ്പുറം ഒരാകാശമുണ്ട്. ആ ആകാശത്തിലാണ് എന്ത് നിൽക്കുന്നത്? സൂര്യൻ നിൽക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്നത്, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും എല്ലാം നിൽക്കുന്നത് എവിടെയാണ്? സാറ്റലൈറ്റുകൾ അയക്കപ്പെടുന്നത് എവിടെയാണ്? സാറ്റലൈറ്റ് അയക്കപ്പെടുന്നത് 1-ാമത്തെ സ്വർഗത്തിലല്ല, 1-ാമത്തെ ആകാശത്തല്ല. സാറ്റലൈറ്റ് വിടുന്നത് 2nd ഹെവനിലാണ്. എന്നാൽ പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്ലൈറ്റേലല്ല കയറിയത്. പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റോക്കറ്റേലും അല്ല കയറിയത്. ആമേൻ. ഫസ്റ്റ് ഹെവനിൽ പോകാൻ ഫ്ലൈറ്റേ കയറിയാൽ മതി, 2nd ഹെവനിൽ കയറാൻ റോക്കറ്റേ കയറിയാൽ മതി. പക്ഷെ 3rd ഹെവൻ, സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്വർഗം, സ്വർഗാദി സ്വർഗം, അതിന് മീതെയുള്ള സ്വർഗം. അപ്പം ഗാലക്സിക്ക്, മിൽക്കി വേയ്ക്ക് അപ്പുറം ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലാണ് എന്ത്? നമ്മുടെ കർത്താവിൻ്റെ സ്വർഗം ഇരിക്കുന്നത്.
അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരം കൊണ്ടോ ശരീരം കൂടാതെയോ എന്നറിയത്തില്ല, ഞാനിങ്ങനെ അറ്റ്മോസ്ഫിയറിക് ഹെവനും മിൽക്കി വേയ്ക്കും അപ്പുറത്ത് ഞാനിങ്ങനെ കയറിപ്പോയി. അപ്പോൾ പൗലോസ് ഒരു ദർശനം കണ്ടെന്നല്ല പറയുന്നത്, പൗലോസ് ഇങ്ങനെ കാണുകയാണ് തൻ്റെ സ്പിരിറ്റ് ഇങ്ങനെ ലിഫ്റ്റാകുന്നത്. ആ ലിഫ്റ്റായി ഇങ്ങനെ ആകാശത്തൂടെ പോയി അതിൻ്റെ മുകളിൽ കൂടെ താനിങ്ങനെ പ്ലൂട്ടോയും വീനസും ജൂപ്പിറ്ററും മാഴ്സും ഒക്കെ കറങ്ങുന്ന ആ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്കൂടെ താനിങ്ങനെ കയറിപ്പോയി ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക് കയറുന്നത് താൻ കണ്ടു. നമ്മൾ ഹിന്ദിയിലും മലയാളത്തിലും ഒരു പാട്ട് പാടും, നീലാകാശവും കടന്ന് ഞാൻ പോകും എൻ യേശു വസിക്കും നാട്ടിൽ. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ മനുഷ്യർക്ക് ഉച്ചരിക്കുവാൻ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിച്ച് ഈസ് അൺലോഫുൾ ടു മാൻ. മനുഷ്യന് പറയാൻ നിയമം അനുവദിക്കാത്തതായ വൻകാര്യങ്ങൾ അവിടെ പറയുന്നത് ഞാൻ കേട്ടു. മനുഷ്യന് പറയാൻ അനുവാദമില്ല, പിന്നെ ആർക്കേ പറയാൻ അനുവാദമുള്ളൂ? പരിശുദ്ധാത്മാവിന്. ആമേൻ. സെലസ്റ്റിയൽ, കേവലം മാനുഷിക ശരീരങ്ങൾക്ക് പറയാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന് മാത്രം പറയാൻ അധികാരമുള്ളത്. സ്തോത്രം. ഞാൻ അവിടെ കേട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആമേൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അടുക്കലൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കത് പറയാൻ അനുവാദമില്ല, ഹൈക്കമാൻഡിനെ പറയാൻ പറ്റത്തുള്ളെന്ന്. ആമേൻ. തോറ്റ പാർട്ടിക്കാരുടെ അടുക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുക്കൽ ചോദിച്ചാൽ പറയും, അത് ഞങ്ങളല്ല പറയേണ്ടത്, പാർട്ടിയാണ് പറയേണ്ടതെന്ന്. കണ്ടോ, കോൺഗ്രസ്സുകാർ പറയും ഹൈക്കമാൻഡിനെ പറയാൻ പറ്റത്തുള്ളെന്ന്, CPMകാർ പറയും പാർട്ടിക്ക് നേതൃത്വത്തിനെ അത് പറയാൻ പറ്റത്തുള്ളൂ, സാധാരണക്കാരന് അതെന്ത് പറയാൻ കഴിയത്തില്ല. ഇവൻ കൊടി പിടിച്ചെന്ന് പറഞ്ഞാലും പോസ്റ്റർ ഒട്ടിച്ചെന്ന് പറഞ്ഞാലും ഇവൻ എത്ര ജയ് വിളിച്ചെന്ന് പറഞ്ഞാലും കലാശക്കൊട്ടിന് എത്രമാത്രം കിടന്നുകൂടി ഈ നട്ടരിക്കുന്ന മാർച്ച് ഏപ്രിൽ വെയിലിൽ കിടന്ന് എത്ര ഇവൻ ഉരുണ്ട് വേടച്ച് വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാലും സഞ്ചിയും തൂക്കി നോട്ടീസും എടുത്ത് വീട് വീടാ അന്നേരം കയറിപ്പോയി വെള്ളം കുടിച്ച് ഇടപാട് തീർന്നെന്നല്ലാതെ ഇവന് പറയാൻ എന്തോ ഇല്ലെന്നറിയാമോ? റൈറ്റില്ല. ഇവന് പറയാൻ റൈറ്റില്ല. റൈറ്റ് ഹൈക്കമാൻഡിനും പാർട്ടിക്കുമാണ് ഉള്ളത്. നേതൃത്വത്തിനാണ് ഉള്ളത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, സാധാരണക്കാരന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഹയർ അതോറിറ്റിക്കകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ അവിടെ കേട്ടുവെന്ന്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്കെതിരെ സെഷൻസ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചോ. ആ വിധി അന്യായമാണെന്ന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സെഷൻസ് കോടതി നിങ്ങൾക്ക് ഒരു തെറ്റായ വിധി ഇട്ടു, നിങ്ങൾക്കത് ഈ വിധി ശരിയല്ല ജഡ്ജി എന്ന് പറയാൻ പറ്റൂ? പറ്റുകയില്ല. പക്ഷെ അത് പറയാൻ അധികാരമുണ്ട്. ആർക്കാണെന്നറിയാമോ? ജില്ലാ ജഡ്ജിക്ക്. ഇനി ജില്ലാ ജഡ്ജി തെറ്റായി പറഞ്ഞാൽ ആർക്ക് പറയാമെന്നറിയാമോ? ഹൈക്കോർട്ട് ജഡ്ജിക്ക് പറയാൻ പറ്റും. ഹൈക്കോർട്ട് തെറ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് വാതിക്കലോട്ടിറങ്ങി എറണാകുളം പട്ടണത്തിൽ നിന്ന് ഈ ഹൈക്കോർട്ടിലെ വിധി തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഇറ്റ് ഈസ് അൺലോഫുൾ ഫോർ നോർമൽ സിറ്റിസൺ. പക്ഷേ നിങ്ങൾ ആ പേപ്പർ കൊണ്ടുവന്ന് സുപ്രീം കോർട്ടിൽ കൊടുത്താൽ സുപ്രീം കോർട്ടിലെ ജഡ്ജി വായിച്ചിട്ട് വേണമെങ്കിൽ എന്തു പറയും? ഹൈക്കോർട്ട് പറഞ്ഞത് തെറ്റാണ്, ഞാൻ ഈ വിധിയെ തിരുത്തി എഴുതിയിരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ നീ ആത്മവിവശതയിൽ കയറുമ്പോൾ ഭൂമിയിൽ മനുഷ്യന് പറയാൻ അനുവാദമില്ലാത്ത കാര്യം സ്വർഗം അതിനെ അനുവദിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുമെന്ന്. ഇത് എവിടെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ ആത്മാവിൻ്റെ ഒരു വിവശതയ്ക്കകത്തേക്ക് കയറിയപ്പോൾ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു ആത്മവിവശതയിലേക്ക് കയറുവാൻ? നമ്മുടെ ഇടയിൽ ആത്മനിറവിൻ്റെ ഇടയിൽ ഒരാൾ സ്ലെയിനായാൽ ഉടനെ നമ്മൾ എന്ത് പറയുന്നറിയാമോ? ഏതാണ്ടൊരു ഭൂതമുണ്ട് കേട്ടോ, ആ കൊച്ചിൻ്റെ മുകളിലും ഭൂതം ഉണ്ടായിരുന്നോ? പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കൊച്ചും താഴെ വീണല്ലോ, അതിൻ്റെ മുകളിലും ഭൂതം ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ഒരാൾ സ്ലെയിനായാൽ, ഒരാൾ നിശബ്ദതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളെന്ന് പറയാം, അതിൻ്റെ മുകളിലും ഭൂതമുണ്ടായിരുന്നു. നോ. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിവശതയുണ്ട്. അത് ഭൂതമിളകുന്നതല്ല, പകരം അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്ന്
ഒന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് അവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോകുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, രാത്രിയുടെ യാമങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടോ? രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ആമേൻ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ മാറ്റപ്പെടുന്നത് കാണാൻ കഴിയുക. ആമേൻ. എന്തിനേറെ പറയുന്നു, ആ പ്രാർത്ഥനയുടെ വിവശതയ്ക്കകത്ത് ചിലപ്പോൾ ദുരാത്മാക്കൾ കയറി വന്നിങ്ങനെ മുമ്പിൽ നിൽക്കുക. ആമേൻ. നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിങ്ങളുടെ നാക്കിങ്ങനെ കുഴയുന്നത് കാണാൻ കഴിയുക. നിങ്ങളുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ഗൂസ് ബംസ് വരുന്നത് കാണാൻ കഴിയുക. ഇങ്ങനെ രോമാഞ്ചം വന്ന് നിങ്ങളുടെ മുടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു പ്രതിമ എൻ്റെ നേരെ നിന്നോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചു? രോമഹർഷം സംഭവിച്ചെന്ന്. നമ്മുടെ ഇടയിൽ പല പുള്ളികളും പറയുക, പരിശുദ്ധാത്മാവ് വന്ന രോമഹർഷമൊന്നും ഉണ്ടാകത്തില്ല, അതൊക്കെ തോന്നലാണെന്ന്. പക്ഷേ ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഒരാത്മാവ് എൻ്റെ നേരെ വന്നു നിന്നപ്പോൾ എനിക്ക് രോമഹർഷമുണ്ടായെന്ന്. സ്പിരിച്വൽ ആക്റ്റീവ് ആകുക. ആമേൻ. അതിനകത്തപ്പുറത്ത് ആമേൻ, നീ അബോധാവസ്ഥയിൽ ആമേൻ മണിക്കൂറുകൾ ദൈവശബ്ദം കേട്ടും ദൈവ സാന്നിധ്യം അനുഭവിച്ചും കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിനക്കവിടെ ആമേൻ, നീ ഈ ഭൂമിയിലാണോ ശരീരത്തിലാണോ എന്നറിയാത്ത അവസ്ഥയുണ്ടാകുക. അവിടെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ കഴിയും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അന്ത്യോക്യ സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പ്രവാചകനായിരുന്നോ? സ്വപ്നമായിരുന്നോ? ദർശനമായിരുന്നോ? ഞാനിങ്ങനെ പറയും, അവരുടെ ഇടയിൽ ഒരു വിവശതയുണ്ടായി. ഈ വിവശതയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ കോളിങ് പുറത്തു വരും. അപ്പോസ്തലപ്രവൃത്തി 13:3 അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്തുവാ പറഞ്ഞത്? ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പീൻ. ഇവരെ വിളിച്ച വേല എന്തായിരുന്നെന്നറിയാമോ? പൗലോസും ബർന്നബാസും കൂടെ ദേശമായിട്ട് പോയി ശുശ്രൂഷിക്കണം, പ്രസംഗിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പോൾ എവിടെ ഒതുങ്ങി നിൽക്കുകയാണെന്നറിയാമോ? അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി ഒതുങ്ങി നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബർന്നബാസിനെയും പൗലോസിനെ അന്ത്യോക്യ സഭയിൽ നിന്ന് പുറത്തെടുത്തു. അപ്പുറത്തെ പട്ടണത്തിൽ പോയി ഇവർ നിന്ന് പ്രസംഗിച്ചപ്പോൾ ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിനിട്ട പൂമാലയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, അയ്യോ അവിടുത്തേക്കാ വലിയ 2 സാധനം താണ്ട് ഇവിടെ നിൽക്കുന്നു, ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന നടക്കകത്തിരിക്കുന്ന സാധനത്തിന് എഫക്റ്റ് കുറവാ, അതിനെക്കാട്ടിലും നല്ലത് ഇവർക്ക് പൂമാല ഇടുന്നതാ, ഞങ്ങളുടെ അവിടെ ഇരിക്കുന്നത് കൊച്ചു ദൈവമാ, ഇത് ഇന്ദ്രനും ബുധനും ഇറങ്ങി വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾ ആമേൻ അമ്പലത്തിലെ പ്രതിഷ്ഠ മാറ്റി നിങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണെന്ന്. ആമേൻ. ഇതായിരുന്നു അവരുടെ മേളിൽ കിടക്കുന്ന കോളിങ്. പക്ഷേ ഈ കോളിങ് അറിയാതെ ഇവരെന്ത് ചെയ്യുകയാണെന്നറിയാമോ? ആമേൻ. കേവലം ഒരു സഭയ്ക്കകത്ത് ആമേൻ സഭയിലെ 5 പേരുടെ കൂട്ടത്തിലിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചാൽ നീ ആയിരിക്കുന്ന ഓഫീസിനെ ദൈവം മാറ്റുവന്നേ, നീ ആയിരിക്കുന്ന ടെറിട്ടറിയെ ദൈവം മാറ്റുവന്നേ, നീ ആയിരിക്കുന്ന പൊസിഷനെ ദൈവം മാറ്റുവന്നേ. നിന്നെക്കുറിച്ച് കിടക്കുന്ന പ്രോമിസ്, നിന്നെക്കുറിച്ച് കിടക്കുന്ന പർപ്പസ്, നിന്നെക്കുറിച്ച് കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി വെളിയിൽ വരിക. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ ഒറ്റവാക്കി പറഞ്ഞു നിർത്താം, എൻ്റെയും നിൻ്റെയും അഡ്രസ് മാറും. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയാൽ